ഏതായാലും മലയാള സർവകലാശാല സാഹിത്യ രചനാ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വൈജ്ഞാനികോത്സവം ത്രിദിന അന്തർദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെയെങ്കിലും ബന്ധപ്പെടാൻ സാധിച്ചതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. യശശരീരനായ പ്രിയപ്പെട്ട ഡോക്ടർ ശ്രീജിത്തിന്റെ ഓർമ്മകൾ നമ്മളെ പ്രത്യേകം സ്വാധീനിക്കുകയും ചെയ്യുന്നു. ഈ പരിപാടി സമർത്ഥമായി സംഘടിപ്പിക്കുന്ന ഡോക്ടർ അശോക് ഡിക്രൂസ് ഉൾപ്പെടെയുള്ള സഹ അധ്യാപകരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇതിൽ സംബന്ധിക്കുന്നവർക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുന്നു. ഈ പരിപാടി സൃഷ്ടിക്കുന്ന ചലനം പഠനത്തിന്റെയും ഗവേഷണത്തിന്റെയും മണ്ഡലങ്ങളിൽ എത്രത്തോളം ഉണ്ട് എന്ന് ഡോക്ടർ അശോക് ഡിക്രൂസിന്റെ ആമുഖ ഭാഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നേരിട്ട് വരാൻ പറ്റാത്തത് ഒരു നഷ്ടമാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് മലയാള സർവകലാശാലയോട് സവിശേഷമായ ആഭിമുഖ്യം തന്നെ ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. കാരണം മലയാളത്തിന് വേണ്ടി ഒരു സർവകലാശാല സ്ഥാപിതമാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏറ്റവും അധികം പ്രവർത്തിച്ച ഒരു സംഘടന പി കെ പരമേശ്വരൻ നായർ സ്മാരക ട്രസ്റ്റാണ്. ഞങ്ങൾ രണ്ട് മുഖ്യമന്ത്രിമാർക്കും പ്രതിപക്ഷ നേതാക്കന്മാർക്കും ഇത് സംബന്ധിച്ച നിവേദനങ്ങളും രൂപരേഖയും തയ്യാറാക്കി കൊടുത്തിരുന്നു. വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയും ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവുമായിരുന്നപ്പോൾ കൊടുത്തു. പിന്നീട് നേരെ തിരിച്ച് വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരിക്കെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്കും രൂപരേഖകൾ സമർപ്പിച്ചു. അങ്ങനെ വളരെ ചാരിതാർത്ഥ്യമുണ്ട് ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സംബന്ധിക്കാൻ സാധിക്കുന്നത്. എന്റെ വിഷയം അവതരിപ്പിക്കുന്നതിനുള്ള വഴി സുഗമമാക്കി തീർത്തു എന്റെ ഏറ്റവും പ്രിയങ്കരനായ ശിഷ്യൻ ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണന്റെ പ്രഭാഷണം. അദ്ദേഹം നമ്മുടെ ഗവേഷണ നാൾ വഴികളെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് വിവിധ സന്ദർഭങ്ങളിൽ അത് ഉണർത്തിയ ഉദ്വേഷങ്ങളെ സ്പർശിച്ചുകൊണ്ട് ഇനി നമുക്ക് പുനരാലോചനയ്ക്കെടുക്കാവുന്ന സുപ്രധാന വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വളരെ വ്യക്തതയോടുകൂടി സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ എന്റെ ജോലി എളുപ്പമാണ് എന്ന് ഞാൻ കരുതുന്നു. ഈ പരിപാടി വിജയപ്രദമാക്കുന്നതിന് പുസ്തകലോകം ഗവേഷണ സമിതി അതിന്റെ നേതൃസ്ഥാനം വഹിക്കുന്ന പ്രിയങ്കരനായ ശ്രീ നൗഷാദിന്റെ പങ്കാളിത്തം വളരെ ഉത്സാഹം ജനിപ്പിക്കുന്നതാണ്. എനിക്ക് വളരെ സന്തോഷം തരുന്നതുമാണ്. അദ്ദേഹത്തിന് പ്രത്യേകം ഓർക്കുകയും പ്രത്യേകം അഭിവാദനം അർപ്പിക്കുകയും കൂടി ചെയ്യുന്നു. ഞാൻ എന്റെ വിഷയത്തിലേക്ക് ഒരു ദ്രുത ഗമനം നടത്താം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ വിചാരിക്കുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അപരിചിതമായിരിക്കുകയില്ല, പുതുമ തോന്നിക്കുന്നതും ആയിരിക്കണമെന്നില്ല. എങ്കിലും വിഷയത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ചില ആവർത്തനങ്ങൾ വൈരസ്യം ജനിപ്പിക്കുന്നതാണെങ്കിൽ കൂടി അനുഭവിക്കേണ്ട സ്ഥിതിവിശേഷമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. ഗവേഷണ സംബന്ധിയായ ധാരാളം പുസ്തകങ്ങൾ രചിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ അശോക് ഡിക്രൂസ് ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങളെയും നിങ്ങളുടെ മുന്നിൽ ശബ്ദ രൂപത്തിലും ലിഖിത രൂപത്തിലും ആവർത്തിച്ച് അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ടാവും എന്നും എനിക്കറിയാം. നമ്മുടെ ഗവേഷണം എന്തിനാണ്, എങ്ങനെയാണ് വേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ സൂചിപ്പിച്ചത്. ഗവേഷണത്തെ സംബന്ധിച്ച് വളരെ പഴയകാലം മുതൽ തന്നെ വ്യക്തമായ വീക്ഷണം നമുക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ ആ വീക്ഷണം വിട്ട് കളഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പുതിയ പുതിയ മേഖലകൾ നമ്മുടെ മുന്നിൽ തുറന്നു കിട്ടുമ്പോഴും പുതിയ അന്വേഷണങ്ങളിലൂടെ നിഗമനങ്ങളിൽ എത്തിച്ചേരുമ്പോഴുമെല്ലാം ഗവേഷണത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യധർമ്മങ്ങളിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
അത് സംബന്ധിച്ച് എത്രത്തോളം ഉദാഹരണങ്ങളും ഉദ്ധരണികളും ഒക്കെ ആയിട്ട് നമുക്ക് ആ വിഷയത്തെ പ്രതിപാദിക്കാൻ പറ്റും. പക്ഷേ അത് അപ്രസക്തമായതുകൊണ്ട്, അവസരോചിതമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എങ്കിലും എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന രണ്ടു വരികൾ മല്ലിനാഥന്റേതായിട്ടുണ്ട്. ന അമൂലം ലിഭ്യതേ കിഞ്ചിത് ന അനപേക്ഷമുച്യതേ. അടിസ്ഥാനമില്ലാത്ത യാതൊന്നും എഴുതുന്നില്ല, അനാവശ്യമായ യാതൊന്നും പറയുന്നതില്ല. അപ്പൊ അടിസ്ഥാനമില്ലാത്തതും ആവശ്യമില്ലാത്തതും പറയുകയോ എഴുതുകയോ ചെയ്യാതിരിക്കേണ്ട വകതിരിവ് നയിക്കുന്ന ഒരു ശാസ്ത്രീയ മണ്ഡലമാണ് ഗവേഷണം എന്ന കാര്യത്തിൽ തർക്കമില്ല, ഒരിടത്തും തർക്കമില്ല. ഏത് വിധത്തിലുള്ള പരിണാമം ഉണ്ടായാലും അതിന് വ്യത്യാസം വരാൻ പോകുന്നില്ല. നമ്മുടെ നാട്ടിൽ മലയാള ഗവേഷണത്തിന്, ശാസ്ത്രീയമായ അക്കാദമികമായ ഗവേഷണത്തിന് ഇത് ഷഷ്ടിപൂർത്തി വേളയാണ് എന്ന് കൂടി പ്രത്യേകം ഓർക്കണം. കേരളത്തിൽ ഗവേഷണ വകുപ്പുകൾ ആരംഭിച്ചിട്ട് 60 വർഷം പൂർത്തിയായിട്ടേ ഉള്ളൂ. അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മലയാള നാട്ടിൽ മലയാളം സർവകലാശാല തലത്തിൽ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എന്ന് കൂടി ഓർക്കേണ്ടി വരും. അത് കഷ്ടിച്ച് 115 വർഷമേ ആയിട്ടുള്ളൂ. 1909 മലയാള ഭാഷാ പഠനത്തിന് സർവകലാശാല തലത്തിൽ അനുവാദം അവസരം ഉണ്ടായത്. മലയാളം BA കോഴ്സ് ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത് ആരംഭിച്ചത് 1913 തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ. അപ്പോഴൊന്നും നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരു സർവകലാശാല ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ ആദ്യം ഒരു സർവകലാശാല വരുന്നത് തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ സർവകലാശാലയാണ്. അത് 1937 പക്ഷെ 1927 മദിരാശി സർവകലാശാലയിൽ മലയാള വിഭാഗം ആരംഭിച്ചിരുന്നു. നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ, മഹാരാജാസ് യൂണിവേഴ്സിറ്റി കോളേജിൽ മലയാളം BA ഓണേഴ്സ് എന്ന പ്രോഗ്രാം, മലയാളം BA ഓണേഴ്സ് കോഴ്സ് അന്ന് അങ്ങനെ അറിയപ്പെട്ടിരുന്ന ആ പ്രോഗ്രാം 1935 ആരംഭിച്ചു. അപ്പൊ ഒരു നൂറ്റാണ്ട് തികഞ്ഞിട്ടില്ല അക്കാദമികമായ ഉന്നത പഠനത്തിന്റെ മലയാള വീതി തുറന്നു കിട്ടിയിട്ട് എന്നുള്ളതാണ്. 1930 മുതൽ മലയാള ഭാഷ, സാഹിത്യം എന്നിവ സർവകലാശാല തലത്തിൽ ഗവേഷണ വിഷയമായി തീർന്നിരുന്നു. അങ്ങനെയാണ് 1933 ലണ്ടനിൽ നിന്ന് കെ ഗോത്രവർമ്മയ്ക്ക് PhD ലഭിക്കുന്നതും പിന്നീട് അവിടെ നിന്ന് തന്നെ 38 ചേരനാട്ട് അച്യുതമേനോന് PhD ലഭിക്കുന്നതും. ഭാരതത്തിൽ നിന്ന് ആദ്യമായിട്ട് PhD ബിരുദം മലയാളത്തിൽ ഉണ്ടാകുന്നത് 1957 പൂനെയിൽ നിന്ന് AC ശേഖറിനും മദിരാശിയിൽ നിന്ന് KM ജോർജിനും PhD ബിരുദം ലഭിച്ചു എന്ന് നമുക്കറിയാം. അപ്പോഴൊന്നും തിരുവിതാംകൂർ സർവകലാശാലയിൽ അഥവാ പിന്നീട് കേരള സർവകലാശാലയിൽ മലയാളത്തിനോ സംസ്കൃതത്തിനോ ഭാഷാശാസ്ത്രത്തിനോ തമിഴിനോ ഒന്നും ഗവേഷണ വകുപ്പുകൾ ഉണ്ടായിരുന്നില്ല. ആ കാലത്ത് 1960-കൾ ആ കാലത്തൊക്കെ ഒറ്റ സർവകലാശാല, മാതൃ സർവകലാശാല മാത്രമാണല്ലോ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ 1963 കേരള സർവകലാശാലയിൽ മലയാളത്തിനും ഭാഷാശാസ്ത്രത്തിനും പ്രത്യേകം വകുപ്പുകൾ, പ്രത്യേക ഗവേഷണ സൗകര്യങ്ങൾ തുടങ്ങിയപ്പോൾ ആരാണ് ആ നേതൃത്വം ഏറ്റെടുത്തത് എന്ന് ഡോക്ടർ ശ്രീശൈലം സൂചിപ്പിച്ചു. ഡോക്ടർ PK നാരായണപിള്ള ആണ് അന്ന് മലയാളം വകുപ്പ് അധ്യക്ഷനായിട്ട് സ്ഥാനം ഏറ്റത്. ഡോക്ടർ PK നാരായണപിള്ള അന്ന് മലയാള സാഹിത്യ മണ്ഡലത്തിൽ അത്ര പ്രതിഷ്ഠ കൈവരിച്ച അധ്യാപകൻ, പണ്ഡിതൻ ആയിരുന്നില്ല. ആ കാലത്ത് വളരെ പ്രതിഷ്ഠ നേടിയ, എല്ലാ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ആരാധനാപാത്രമായ
സാമാന്യ ജനങ്ങൾ പോലും സാഹിത്യ ആസ്വാദകർ പോലും മാനിക്കുന്ന വിശിഷ്ട വേറെ ഉണ്ടായിരുന്നു. അവരിൽ ചിലരും ഈ സ്ഥാനത്തേക്ക് അപേക്ഷിക്കുകയോ ആ സ്ഥാനത്തേക്ക് എത്തിച്ചേരുകയോ വേണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. അപ്പോ അപേക്ഷിക്കാതെ വന്നു ചേർന്ന ആ സ്ഥാനത്ത് ഒരു അപേക്ഷകനായി മാറാതെ വന്നു ചേർന്ന ചരിത്രം അതും നമുക്ക് ചിലരുടെ കാര്യത്തിലേക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഡോക്ടർ ടി കെ നാരായണനുള്ള കേരള സർവകലാശാലയുടെ പൗരസ്ത്യ ഭാഷാ വിഭാഗത്തിൽ പ്രധാനപ്പെട്ട ഗവേഷണ നേതൃത്വം അധ്യാപനത്തോടൊപ്പം ഏറ്റെടുത്തു. ആ സന്ദർഭത്തിൽ നമുക്ക് കൃത്യമായ മാതൃകകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഓർക്കണം. പലരും വിദേശത്ത് പോയി പഠിക്കുകയും ഗവേഷണം നടത്തുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പ്രിയപ്പെട്ട ചില ധാരകളെ, അംശങ്ങളെ, ഘടകങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ട് തനതായ രീതിയിൽ ഒരു മാർഗദർശന രീതി ആവിഷ്കരിക്കാനാണ് ശ്രമിച്ചത്. അക്കാര്യത്തിൽ പി കെ നാരായണപിള്ളയുടെ മാർഗദർശനത്തെ കുറിച്ച് വളരെ ആദരത്തോടെ, വളരെ വികാരത്തോടെ അദ്ദേഹത്തിന്റെ ശിഷ്യരായിരുന്ന പലരും സംസാരിക്കുന്നത് നേരിട്ട് കേൾക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ഭാഷാ സംബന്ധിയായിട്ട് കേരള സർവകലാശാലയിൽ നിന്ന് ആദ്യം PhD ബിരുദം നേടുന്നത് വി ആർ പ്രബോധചന്ദ്രൻ നായരാണ്. 1960-കളിൽ തന്നെ അദ്ദേഹത്തിന്റെ PhD ഗവേഷണം വളരെ സമർത്ഥമായ രീതിയിൽ നിർവഹിക്കപ്പെട്ടിരുന്നതിനെ കുറിച്ച് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ആളുകളിൽ നിന്നും അദ്ദേഹത്തിൽ നിന്ന് നേരിട്ടും മനസ്സിലാക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഇന്ന് കരുതുന്നത് പോലെ മറ്റ് പല ഉത്തരവാദിത്വങ്ങൾക്കൊപ്പം നയിക്കുന്ന ഒരു കർമ്മം എന്ന വിധത്തിൽ ആയിരുന്നില്ല പലരും അക്കാലത്ത് ഗവേഷണത്തിൽ ഏർപ്പെട്ടത്. രാവിലെ 8 മണിക്ക് വകുപ്പിലെത്തിയാൽ രാത്രി 9 മണി ആകുമ്പോഴാണ് പലപ്പോഴും ഗവേഷകരും മാർഗദർശികളും മടങ്ങിപ്പോയിക്കൊണ്ടിരുന്നത്. അതുവരെയും ഇന്നത്തെ പോലെയുള്ള ശാസ്ത്ര യന്ത്ര സൗകര്യങ്ങളൊന്നുമില്ലാത്ത ആ അവസ്ഥയിൽ വളരെ കഠിനമായ കായിക അധ്വാനം കൊണ്ടും യാത്രകൾ കൊണ്ടും ഉപാദാനങ്ങൾ ശേഖരിച്ച് സംഭരിച്ച് അപഗ്രഹിച്ച് നിഗമനങ്ങളിൽ എത്തിച്ചേരേണ്ട ക്ലിഷ്ടമായ മാർഗമാണ് അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. എങ്കിലും അവരെല്ലാം ആ വിധത്തിൽ കഠിനമായി തന്നെ പരിശ്രമിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ആ വിധത്തിൽ കണ്ണീർ വാർത്തുകൊണ്ട് പി കെ നാരായണപിള്ള സാറിനെ അനുസ്മരിക്കുന്നത്, അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളായ പലരും അനുസ്മരിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. വി ആർ പ്രബോധചന്ദ്രൻ നായർ മാത്രമല്ല, ഡോക്ടർ എൻ ബി ഉണ്ണി, ഡോക്ടർ വി എസ് ശർമ്മ തുടങ്ങിയ പുളിശ്ശേരി രാമചന്ദ്രൻ, കെ രാമചന്ദ്രൻ നായർ, പി വി വേലായുധൻപിള്ള തുടങ്ങിയ ആളുകൾ സംസാരിക്കുന്നത് കേൾക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ മലയാളത്തിൽ ഗവേഷണത്തിന് ഒരു പുതിയ പന്ഥാവ് വെട്ടി തുറക്കുന്നു. പ്രധാനമായും ആ ഗവേഷണത്തിന്റെ നോട്ടം എത്തിച്ചേർന്നിരുന്നത് നമ്മുടെ ക്ലാസിക് കൃതികളിലാണ്. മലയാളത്തിൽ രാമചരിതവും കൃഷ്ണഗാഥയും കണ്ണശ കൃതികളും ഒക്കെ ആയിട്ട് എഴുത്തച്ഛന്റെയും മറ്റും കൃതികൾ, ഉണ്ണായി വാര്യരുടെ ഒക്കെ കൃതികൾ, കുഞ്ചൻ നമ്പ്യാരുടെ വരെയുള്ള രചനകൾ കേന്ദ്രീകരിച്ചുള്ള ഗവേഷണം. അതിൽ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം അവയുടെ ഭാഷാ സ്വരൂപത്തെ കുറിച്ച്, ഭാഷാ സവിശേഷതകളെ കുറിച്ചുള്ള പഠനങ്ങളാണ് അന്ന് പ്രധാനമായിട്ടും നിർവഹിക്കപ്പെട്ടിരുന്നത്. ഉണ്ണികൃഷ്ണൻ സൂചിപ്പിച്ചല്ലോ, ആദ്യകാലത്തെ മലയാള ഗവേഷണ പ്രബന്ധങ്ങൾ തയ്യാറാക്കപ്പെട്ടിരുന്നത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. അതിലൊരു മാറ്റം ഉണ്ടായത് 1974 വി എസ് ശർമ്മ കുഞ്ചൻ നമ്പ്യാരും അദ്ദേഹത്തിന്റെ കൃതികളും എന്ന പ്രബന്ധം മലയാളത്തിൽ തയ്യാറാക്കാൻ അനുവാദം കൈവരിക്കുന്നതോടുകൂടിയാണ്. പിന്നീടാണ് നമ്മുടെ പ്രബന്ധങ്ങൾ നമ്മുടെ തന്നെ ഭാഷയിൽ എഴുതി സമർപ്പിച്ചാൽ ബിരുദാർഹമാകും എന്ന ഒരു അവസ്ഥ, അനുഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ പറയുന്നത് അക്കാദമികമായ ഗവേഷണത്തിന്റെ അക്കാദമിക പരിശീലനം കൈവരിച്ച് അക്കാദമിക പരിശീലന
ശേഷി തെളിയിച്ച് ആ നിലയിൽ ബിരുദങ്ങൾ ഒക്കെ സമ്പാദിച്ച് വ്യവസ്ഥാപിതമായ മാർഗത്തിൽ ഗവേഷണം നടത്തിയ നമ്മുടെ സർവകലാശാല തലത്തിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവിടെ ഇതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, PhD ബിരുദം സമ്പാദിച്ച് റിസർച്ച് ഗൈഡായി തീർന്ന് ഗവേഷകരെ നയിച്ച ഒരു പ്രബലമായ അധ്യായത്തിന് സമാന്തരമായി തന്നെ പ്രസിദ്ധരായ വലിയ സംഭാവന ചെയ്ത അധ്യാപകർക്ക് ഗവേഷണ ബിരുദം ഇല്ലെങ്കിലും മാർഗനിർദ്ദേശം നൽകുന്നതിനുള്ള അനുവാദം കിട്ടിയിരുന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഡോക്ടർ PK നാരായണപിള്ളയെ പോലെയുള്ള ശരിയായ അക്കാദമിക്കുകൾ നയിക്കുന്ന അതേ സന്ദർഭത്തിൽ തന്നെയാണ് ഗവേഷണ ബിരുദം ഇല്ലെങ്കിലും ഗവേഷണ മാർഗദർശിയാകാം എന്ന് തെളിയിക്കാൻ ചിലർക്ക് അവസരം കിട്ടിയത്. അക്കൂട്ടത്തിൽ പ്രാതസ്മരണീയരിൽ എടുത്തു പറയേണ്ട ആള് ഇളംകുളം കുഞ്ഞൻപിള്ളയാണ്. ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ ശിക്ഷണത്തിലാണ് MGS നാരായണൻ കേരള സർവകലാശാലയിൽ ഗവേഷണം നടത്തിയത് എന്ന കാര്യം കൂടി ഓർക്കുമ്പോൾ നമുക്ക് ആ ഗവേഷണത്തിന്റെയും സ്വഭാവത്തെ കുറിച്ച് ചില വ്യക്തത കിട്ടുന്നുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയാൻ ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത്, ഡോക്ടർ PK നാരായണപിള്ളയുടെ ഗവേഷണ മാർഗനിർദ്ദേശം എല്ലാവരും അംഗീകരിച്ചു പോകുന്ന സന്ദർഭത്തിൽ തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇംഗ്ലണ്ടിൽ പരിശീലനം സിദ്ധിച്ചു വന്ന ഡോക്ടർ K രാഘവൻപിള്ളയുടെ മാർഗനിർദ്ദേശത്തിൽ ഗവേഷണം നടത്തണം എന്ന് ആഗ്രഹിച്ച യുവ ഗവേഷകരും ഉണ്ടായിരുന്നു എന്നതാണ്. ഡോക്ടർ VR പ്രബോധേന്ദ്രൻ നായർ തന്നെ ഡോക്ടർ K രാഘവൻപിള്ളയുടെ കീഴിൽ ഗവേഷണം നടത്തണം എന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം അതിനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. പക്ഷെ ദൗർഭാഗ്യവശാൽ രാഘവൻപിള്ള സാറിന് റിസർച്ച് ഗൈഡിന്റെ സർവകലാശാല അനുവാദം ലഭിക്കാതിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് PK നാരായണപിള്ള സാറിന്റെ മാർഗനിർദ്ദേശം സ്വീകരിക്കേണ്ടി വന്നു. പക്ഷെ അങ്ങനെ ഉണ്ടായപ്പോൾ സംഭവിച്ച കാര്യം, PK നാരായണപിള്ള സാറിന്റെ കീഴിൽ അദ്ദേഹത്തിന് യാതൊരു വൈക്ലഭ്യവും അനുഭവിക്കേണ്ടി വന്നില്ല, ഒരു ബുദ്ധിമുട്ടും നേരിടേണ്ടി വന്നില്ല. തന്നെയല്ല, രാഘവൻപിള്ള സാറിന്റെ സഹായവും അദ്ദേഹത്തിന്റെ ഉപദേശവും സ്വീകരിക്കുന്നതിന് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു എന്നതാണ്. അപ്പൊ ഗവേഷണ രംഗത്ത് ഒരു ശരിയായ അവസ്ഥ ജനിപ്പിക്കുന്നതിന് ആദ്യകാലത്തെ മാർഗ നിർദ്ദേശകർക്കു തന്നെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഗവേഷകനെ അഥവാ ഗവേഷകയെ നമുക്ക് ഏറ്റെടുത്ത് കൊണ്ടുപോകേണ്ടി വരുന്ന സന്ദർഭത്തിൽ സങ്കുചിതമായ ഒരു പന്ഥാവിൽ കൂടി മാത്രം അവരെ പോകാൻ പ്രേരിപ്പിക്കുകയോ ഏതെങ്കിലും ഒരു കുറ്റിയിൽ, അത് ആശയത്തിന്റെയോ പ്രത്യയശാസ്ത്രത്തിന്റെയോ ഒക്കെ മാത്രമായ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ ഒരു കുറ്റിയിൽ തളയ്ക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് അഭികാമ്യമല്ല എന്ന വിവേകം, തിരിച്ചറിവ് ആദ്യകാലത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നതാണ്. ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, PK നാരായണപിള്ള സാറ് കേരള സർവകലാശാലയിൽ മലയാളം വകുപ്പ് അധ്യക്ഷനായിട്ട് നിയമിക്കപ്പെടുന്ന സന്ദർഭത്തിൽ തിരുവിതാംകൂർ ഭാഗത്ത്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത്, അത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. കാരണം ആ സ്ഥാനത്ത് പരിഗണിക്കപ്പെടും എന്ന് സ്വയം വിശ്വസിക്കുകയും സമൂഹം പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നത് N കൃഷ്ണപിള്ള എന്ന നാടക ആചാര്യനെയാണ്. പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞ അക്കാദമികമായിട്ടുള്ള ചില ബിരുദ സമ്പാദന പ്രവർത്തനത്തിൽ എത്തിച്ചേരാത്തത് കൊണ്ട്, ഞാൻ അങ്ങനെ പറയാൻ കാരണം, N കൃഷ്ണപിള്ള, S പുത്തൻ നായർ തുടങ്ങിയവർ മലയാളത്തിൽ PhD ബിരുദം നേടുന്നതിന് വേണ്ട ഗവേഷണ പ്രവർത്തനത്തിൽ 2-3 വർഷം എങ്കിലും പ്രവർത്തിച്ചവരാണ്. അങ്ങനെ പ്രവർത്തിച്ചവരാണ് എന്ന് മാത്രമല്ല, ഞാൻ എന്റെ വിഷയത്തിൽ നിന്നും വ്യതിചലിക്കാതെ ആ കാര്യം കൂടി, ആ ആശയം കൂടി പൂർത്തിയാക്കിയിട്ട് മുന്നോട്ട് പോയിക്കൊള്ളട്ടെ. അവർ നടത്തിയ അന്വേഷണം അഥവാ ഗവേഷണം അല്ലെങ്കിൽ പഠനം മറ്റ് പ്രകാരങ്ങളിൽ
പിൽക്കാല ഗ്രന്ഥരചനകൾക്ക് നമുക്ക് റെഫറൻസ് ആയി തീരുന്ന അടിസ്ഥാന ഗ്രന്ഥങ്ങളുടെ രചനയ്ക്ക് പ്രയോജനപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പൂർത്തിയാകാത്ത ഗവേഷണം സമ്മാനിച്ച ചില പുസ്തകങ്ങളുടെ ആ ഒരു ആധികാരികത, അതിന്റെ എന്താണ് ആക്കത്തൂക്കം എന്ന് പറയാവുന്നത് മനസ്സിലാക്കി തരുന്ന പല കൃതികളുമുണ്ട്. അടുത്ത കാലത്ത് വന്ന ആ വിധത്തിലുള്ള ഒരു കൃതിയാണ് നിയോ ക്ലാസിസം എന്ന പേരിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചത്. പ്രൊഫസർ പന്മന രാമചന്ദ്രൻ നായരുടെ പുസ്തകമാണ്. അദ്ദേഹം 7 വർഷക്കാലം നടത്തിയ ഗവേഷണം, പൂർത്തിയാകാത്ത ഗവേഷണത്തിന്റെ 1-ാമത്തെ അധ്യായം, അതിന്റെ സൈദ്ധാന്തിക ചർച്ച നടത്തുന്ന ഭാഗത്തെ മാത്രം എടുത്ത് പുസ്തക രൂപത്തിലാക്കിയതാണ് നിയോ ക്ലാസിസിസം എന്ന പുസ്തകം. അപ്പൊ നിയോ ക്ലാസിസിസം മലയാളത്തിൽ എന്ന വിഷയത്തിൽ 7 മഹാകാവ്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് നടത്തുന്ന പഠനത്തിൽ ആദ്യത്തെ സിദ്ധാന്ത ചർച്ചാ ഭാഗം മാത്രം എടുത്ത് പുസ്തകമാക്കി പിന്നീട് 7 മഹാകാവ്യങ്ങളെ കുറിച്ചുള്ള അന്വേഷണവും അപഗ്രഥനവും നിഗമനങ്ങളുടെ അവതരണവുമായിട്ടുള്ള ഭാഗങ്ങൾ വേറെ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ, സർവകലാശാലയെ സമർപ്പിച്ചില്ല, അതുകൊണ്ട് ബിരുദം ലഭിച്ചില്ല എന്ന് മാത്രം ആയിരിക്കുമ്പോൾ, ആ ഗവേഷണത്തിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആനുഷംഗികമായിട്ട് ആ കാര്യം സൂചിപ്പിച്ചത്. വീണ്ടും പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് പോവുകയാണെങ്കിൽ, പി കെ നാരായണപിള്ള ആ വിധത്തിൽ ഗവേഷണ മാർഗനിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ സൂചിപ്പിച്ച ആളുകൾ, എൻ വി ഉണ്ണി സാർ ഉൾപ്പെടെ ഉള്ള ആളുകൾ, പ്രബോധേന്ദ്രൻ നായർ സാറ്, മലയാളത്തിലെ ഏറ്റവും മുതിർന്ന ആദ്യകാലത്തെ ഗവേഷകരും പിന്നീട് മുതിർന്ന മാർഗദർശികളുമായി തീർന്ന കെ രാമചന്ദ്രൻ നായർ, പുതുശ്ശേരി രാമചന്ദ്രൻ, ടി വി വേലായുധൻപിള്ള, വി എസ് ശർമ്മ തുടങ്ങിയ ആളുകൾ മുതൽ ഡോക്ടർ സുകുമാർ അഴീക്കോട് ഉൾപ്പെടെയുള്ള ആളുകളുടെ മാർഗദർശി പി കെ നാരായണപിള്ളയാണ്. ആ വിധത്തിൽ ഒരു വകുപ്പിനെ പഠനത്തിന്റെയും ഗവേഷണത്തിന്റെയും കേന്ദ്രമാക്കി തീർക്കുക എന്ന ഉത്തരവാദിത്വത്തിൽ മാത്രം പരിമിതപ്പെട്ടിരുന്നില്ല അവരുടെ സംഭാവനകൾ എന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരള സർവകലാശാലയിലെ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് മാനുസ്ക്രിപ്റ്റ്സ് ലൈബ്രറി, അതിന്റെ രൂപകൽപ്പനയിലും, ആ സ്ഥാപനത്തിന്റെ ക്യൂറേറ്ററായിട്ട് മഹാകവി ഉള്ളൂര് കുറച്ചു കാലം പ്രവർത്തിക്കുകയുണ്ടായി എന്ന കാര്യം നമുക്കറിയാം. അതിനെ തുടർന്ന് വി കെ നാരായണപിള്ള ആ മാനുസ്ക്രിപ്റ്റ്സ് ലൈബ്രറിയുടെ രൂപകൽപ്പനയിൽ, അതിന്റെ സംവിധാനത്തിൽ ചെലുത്തിയ ശ്രദ്ധയും ഇതുപോലെ എടുത്തു പറയേണ്ടതാണ് എന്നുള്ള കാര്യമാണ്. അവിടെ കൊണ്ടും തീരുന്നില്ല. സംസ്ഥാന സർക്കാർ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനം തുടങ്ങുന്നതിനെ സംബന്ധിച്ച് രൂപരേഖ ഉണ്ടാക്കുന്നതിന് പി കെ നാരായണപിള്ളയോട് ആവശ്യപ്പെട്ട് നിർദ്ദേശിച്ച അദ്ദേഹം ആ വിധത്തിലുള്ള പ്രവർത്തനവും പൂർത്തിയാക്കി. പക്ഷെ അപ്പോഴാണ് എൻ വി കൃഷ്ണവാര്യർ എന്ന മറ്റൊരു മഹാപ്രതിഭൻ ആ രംഗത്തെത്തുകയും അദ്ദേഹം അതിന് മറ്റൊരു ആയാമം, ദിശാബോധം സമ്മാനിച്ചുകൊണ്ട് ഒരു വലിയ സങ്കല്പത്തിൽ, അതിന്റെ സാക്ഷാത്കാരത്തിൽ ആയിട്ട് ആ സ്ഥാപനത്തെ കൊണ്ട് എത്തിക്കുന്നത്. അപ്പോ ഒരു ഗവേഷണ സ്ഥാപനത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ അനുബന്ധ സ്ഥാപനങ്ങളെയും അനുബന്ധ ഉത്തരവാദിത്വങ്ങളെയും എത്രമാത്രം ശ്രദ്ധയോടുകൂടി ഗൗരവത്തോടുകൂടി ഏറ്റെടുത്തിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നത് ഗവേഷകർക്ക് മാത്രമല്ല, അതിലേറെ മാർഗദർശികൾക്ക് മാർഗദർശനമാകേണ്ട മാതൃകയായിട്ടാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പറഞ്ഞു വരുന്ന സന്ദർഭത്തിൽ ഞാൻ എൻ കൃഷ്ണപിള്ള സാറിന്റെ പേര് സൂചിപ്പിച്ചല്ലോ. നമ്മുടെ സാഹിത്യ, അധ്യാപന, സാംസ്കാരിക മേഖലകളിലൊക്കെ ഒരു വലിയ സാന്നിധ്യമായിട്ട് അദ്ദേഹത്തിന്റെ ആ സംഭാവനകൾ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് പി കെ നാരായണപിള്ള സാർ ഈ രംഗത്ത് വന്നെത്തിയത് എന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് 6 വർഷക്കാലമാണ് വകുപ്പ് അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നതിനുള്ള അവസരം ഉണ്ടാകുന്നത്. അപ്പൊ അദ്ദേഹം അത് സംബന്ധിച്ച് വ്യക്തിപരമായി, സ്വകാര്യമായി ഒരു തീരുമാനമെടുത്തിരുന്നു. ഈ പദവിയിൽ ഇരുന്നു കൊണ്ട് ഈ പദവിക്ക് ശോഭ ഉയർത്തുന്ന വിധത്തിൽ
തന്നെ ആയിരിക്കണം എന്റെ സംഭാവനകൾ ഉണ്ടാകേണ്ടത് എന്ന സ്വകാര്യമായ തീരുമാനമാണ് അദ്ദേഹം എടുത്തത്. അതാണ് ഞാൻ പറഞ്ഞത്, രാവിലെ 8 മണിക്ക് ഡിപ്പാർട്ട്മെന്റിൽ എത്തിയാൽ രാത്രി 9 മണിയാകുന്നത് വരെ ഗവേഷകൻ അദ്ദേഹത്തിന്റെ മുറിയിൽ ഉടുപ്പൊക്കെ അഴിച്ച് ആണിയിൽ തൂക്കി മുണ്ട് മാടി കുത്തി പുസ്തകങ്ങൾ മറിച്ചും തിരിച്ചും കുറിപ്പുകൾ എടുത്തും അടുക്കി പെറുക്കിയും ഒക്കെ ക്ലേശിക്കുന്നതിനിടയിൽ 8 മണിക്കും 9 മണിക്കും ഒക്കെയാണ് മാർഗദർശി അവിചാരിതമായിട്ട് മുന്നിൽ ചെല്ലുന്നത്. ആ സന്ദർഭത്തിൽ ഗുരുനാഥനെ കാണുന്ന സന്ദർഭത്തിലുള്ള ഭയസംഭവങ്ങളും അത്ഭുത ആദരങ്ങളും എല്ലാം നിലനിർത്തിക്കൊണ്ട് അവർ തമ്മിൽ നടത്തിയിട്ടുള്ള സംഭാഷണങ്ങളും ഒക്കെ ഇവരുടെ മുഖത്തു നിന്ന് അവസരം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇനിയുള്ള ചില സംഭാവനകൾ വേണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ രാമകഥപാട്ട് ഉൾപ്പെടെയുള്ള കൃതികൾ കണ്ടെടുക്കുകയും സംശോധനം ചെയ്ത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾ കൂടി അവർ ഏറ്റെടുത്ത് നടത്തിയത്. അപ്പൊ അക്കാദമിക പ്രവർത്തനം, അക്കാദമിക ഗവേഷണം, അക്കാദമിക സംഭാവന എന്നത് വലിയ ഉത്തരവാദിത്വമാണ്, ചരിത്രപരമായ ഉത്തരവാദിത്വമാണ്, ദൗത്യമാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഗവേഷണ രംഗം അതിന്റെ സഞ്ചാരം ആരംഭിക്കുന്നത് എന്നതാണ്. ഇതെല്ലാം പലപ്പോഴും പലരാൽ ചരിത്രത്തിൽ എഴുതിക്കഴിഞ്ഞ രേഖപ്പെടുത്തിയ വിവരങ്ങളാണ്. അക്കൂട്ടത്തിൽ ഗവേഷണ ബിരുദം നേടി മാർഗദർശനം നൽകിയ ആചാര്യന്മാരെ കുറിച്ചാണ് നമ്മൾ അധികം കേൾക്കുന്നത്. അങ്ങനെ അല്ലാതെ ഇളംകുളം എൻ കൃഷ്ണപിള്ളയും എസ് നായരും ഉൾപ്പെടെയുള്ള ആളുകളെ കുറിച്ച് നമുക്ക് സമാന്തരമായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്ന് ഈ സന്ദർഭത്തിൽ എനിക്ക് തോന്നുന്നു. അക്കാദമികമായിട്ടുള്ള ശിക്ഷണം ലഭിക്കാതെ, അക്കാദമികമായ പരിശീലനം കൂടാതെ ശരിയായ ഉൾക്കാഴ്ച ഉണ്ടെങ്കിൽ അസാമാന്യ പ്രതിഭർക്ക് ഈ രംഗത്ത് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നതാണ്. തീർച്ചയായും സാധിക്കും എന്നാണല്ലോ നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. പല കൃതികളെ കുറിച്ചും നമ്മൾ ഇന്ന് നമ്മുടെ ഗവേഷണത്തിന് ആധാരമാക്കുന്ന നാട്യശാസ്ത്രം ഉൾപ്പെടെയുള്ള പല ഗ്രന്ഥങ്ങളുടെയും പ്രയോജനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത്തരത്തിൽ സാധിക്കാം എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അക്കൂട്ടത്തിൽ ആധുനിക കാലത്ത് അല്ലെങ്കിൽ അധികം പിന്നിലല്ലാത്ത ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടായ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ സംഭാവനയെ നമുക്ക് ഈ ഗവേഷണവുമായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കാം, അദ്ദേഹത്തെ എവിടെ അദ്ദേഹത്തെ സ്ഥാനപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ച് എന്റെ ഒരു സംശയം, ആശങ്ക നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് ഞാൻ ആ വിധത്തിൽ പരിശീലനം നേടി വിദേശ സർവകലാശാലകളിൽ ഗവേഷണവും മാർഗദർശനവും ഒക്കെ നൽകിയ വലിയ ഒരു വ്യക്തിയുടെ വാക്കുകളെയാണ് ആശ്രയിക്കുന്നത്, ഡോക്ടർ നടരാജഗുരുവിന്റെ വാക്കുകൾ. ഞാൻ ഉദ്ദേശിക്കുന്നത് ചട്ടമ്പിസ്വാമികളുടെ സംഭാവനകളെ കുറിച്ചാണ്. ഡോക്ടർ നടരാജഗുരുവിന്റെ ഒരു വാക്യം 1970 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ നിന്നുള്ള 1-2 വാക്യങ്ങളാണ് ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നത്. കുഞ്ഞൻപിള്ള ചട്ടമ്പി എന്ന കേവലം സാധാരണക്കാരനായ സ്വയം വിദ്യാഭ്യാസം ചെയ്ത ഒരു വ്യക്തിയെ ഒഴിച്ചു നിർത്തിയാൽ കേരളത്തിന്റെ ചരിത്രപരമായ വശത്തേക്ക് ഗവേഷക പണ്ഡിതന്മാർക്ക് വളരെ കുറച്ചേ പ്രകാശം പരത്തുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിന്റെ ആദ്യത്തെ അധ്യായങ്ങളിലേക്ക് സമർത്ഥമായ നിലയിൽ ചുറ്റുപാടും നിന്ന് വെളിച്ചം വീശുവാൻ തന്റെ പ്രാചീന മലയാളം എന്ന അപൂർവ ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നു. തിരുവനന്തപുരം രാജവിധികൾ ഒഴിച്ച് മറ്റൊരു സർവകലാശാലയെയും പ്രതിനിധീകരിക്കാത്ത വിനയാന്വിതനായ ഈ ഗവേഷകൻ
വേണ്ടത്ര വസ്തുതകളും രേഖകളും ആസ്പദിച്ചുള്ള വിവരങ്ങളും തെളിവുകളും വസ്തുനിഷ്ഠമായ വിമർശന ബുദ്ധിയോടുകൂടി വിലയിരുത്തി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അതിലെ അധ്യായങ്ങൾ യോഗ്യനായ ഒരു സർവകലാശാല പ്രൊഫസർ കൂലംകഷമായി പരിശോധിച്ചാൽ ബോധ്യമാകും. കഴിഞ്ഞ ശതാബ്ദത്തിന്റെ 7ഉം 8ഉം ദശകങ്ങൾക്ക് വേണ്ടി വസ്തുതകൾ പരിഗണിക്കുമ്പോൾ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ നിലവാരത്തിന്റെ മാനദണ്ഡം വെച്ച് നോക്കുമ്പോഴും അവ എന്നും മാനിക്കപ്പെടുന്നതാണ്. ജർമ്മനി, അമേരിക്ക, ഫ്രാൻസ് തുടങ്ങിയ സർവകലാശാല സമൂഹങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഗവേഷണ പ്രബന്ധങ്ങളോടൊപ്പം തന്നെയെങ്കിലും ഗൗരവപൂർണമായ ചിന്തയുടെ അംശം അവയിൽ ഉൾപ്പെടുന്നു. അമൂല്യങ്ങളായ ഈ പ്രബന്ധങ്ങൾ ഇന്നുവരെ നമ്മുടെ ഉയർന്ന വിദ്യാഭ്യാസ മണ്ഡലങ്ങളുടെ ശ്രദ്ധയ്ക്ക് വിഷയീഭവിച്ചിട്ടില്ല. അവയാണെങ്കിൽ, അതായത് ഉയർന്ന വിദ്യാഭ്യാസ മണ്ഡലങ്ങളാണെങ്കിൽ, പൊതുവെ അപ്രധാനമായ ഗവേഷണങ്ങൾക്ക് വൻപിച്ച തുക ചെലവഴിക്കുന്നുണ്ടാകാം. അപ്രധാനമായ വിഷയങ്ങൾക്ക് വൻപിച്ച തുക ചെലവഴിക്കുന്നുണ്ട് എന്ന് വിമർശിക്കുന്നു, പരിഹസിക്കുന്നു 1970-കളിൽ ഡോക്ടർ നടരാജൻ. അപ്പോൾ വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ലാത്ത, സ്വയം ശിക്ഷണം കിട്ടിയിട്ടില്ലാത്ത ഈ ഗവേഷകനെ നമ്മൾ ഇതുവരെ പറഞ്ഞ അക്കാദമിക ഗവേഷണ ചരിത്രത്തിൽ എങ്ങും സ്ഥാനപ്പെട്ടിട്ടില്ലാത്ത ഈ പ്രതിഭാശാലിയെ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഗവേഷകൻ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. 1909 കേരളത്തിൽ മലയാള ഭാഷാ പഠനം ആരംഭിക്കുന്നത് അക്കാദമിക സർവകലാശാല തലത്തിൽ. തുടർന്നുള്ള വിഷയങ്ങൾ ഓരോന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതിനെല്ലാം മുൻപാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുള്ളത്, ചട്ടമ്പിസ്വാമികളുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ആദ്യത്തെ ഗവേഷകൻ എന്ന് വിശേഷിപ്പിക്കാമോ? അതോടൊപ്പം തന്നെ മലയാളത്തിൽ ആദ്യം ലഭിച്ച ഗവേഷണ ബിരുദം PhD ഡീലിറ്റോ അല്ല, വിദ്യാധിരാജൻ ആണ് എന്ന് നമുക്ക് സൂചിപ്പിക്കാമോ എന്ന ഒരു സംശയം കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. നമുക്ക് ആലോചിക്കേണ്ട വിഷയമാണ് ഗവേഷണത്തെ കുറിച്ച്, ആ ഗവേഷണത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആലോചിക്കേണ്ട വിഷയമാണ്. ഞാൻ പറഞ്ഞല്ലോ, PhD ബിരുദമില്ലെങ്കിലും മാർഗദർശനം നൽകാൻ സാധിച്ച ആളുകളുടെ പട്ടികയൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോ ആ രീതിയിൽ നമ്മുടെ സർവകലാശാല വകുപ്പിലെ ഗവേഷണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിൽ പിന്നീട് വളരെ പ്രമുഖരായിട്ടുള്ള അധ്യാപകരെ, മാർഗദർശികളെ വാർത്തെടുക്കാൻ സാധിച്ചതോടുകൂടി മലയാള ഗവേഷണത്തിന് വലിയ വൈവിധ്യ സമ്പന്നമായ ഒരു ഗതികോർജം ആണ് കൈവന്നത്. അങ്ങനെ പുതുശ്ശേരിയുടെയും PVയുടെയും K രാമചന്ദ്രൻ നായരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഗവേഷണം പുരോഗമിക്കുന്ന സന്ദർഭത്തിലും പ്രകടമായിരുന്ന ഒരു വസ്തുത, മിക്കവാറും ക്ലാസിക് കൃതികളെ, അവയുടെ ഭാഷാ സ്വരൂപങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഗവേഷണത്തിനായിരുന്നു പ്രാമുഖ്യം, ആദ്യകാലത്ത് പ്രാമുഖ്യം ഉണ്ടായിരുന്നത് എന്നാണ്. എന്നാൽ പിന്നീട് അതിന് പ്രകടമായ മാറ്റം വന്നു തുടങ്ങി. ആ മാറ്റം ഈ രീതിയിൽ ഒരു കൃതിയെ, ഒരു കർത്താവിനെ, ആ കൃതിയുടെ കർത്താവിന്റെ കാലത്തെ കുറിച്ച് ഒരു പഠനം എന്ന പേരോടുകൂടിയ പ്രബന്ധങ്ങൾ പലത് വന്നപ്പോൾ ഡോക്ടർ KM ജോർജ് അതിനെ അല്പം പരിഹാസത്തോടുകൂടി വിമർശിക്കാൻ മുന്നോട്ട് വന്നു. അദ്ദേഹം ആ രീതിയിൽ സാഹിത്യ ഗവേഷണത്തിന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നപ്പോൾ അദ്ദേഹത്തിന് അതിനോട് അത്ര യോജിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി പറയുന്ന ഒരു രീതിയാണ് കൂടുതൽ അഭികാമ്യം എന്ന് തോന്നിയിരിക്കണം. ഡോക്ടർ KM ജോർജിനെ ഡോക്ടർ K അയ്യപ്പ പണിക്കർ വിശേഷിപ്പിച്ചത്, സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി വിശേഷിപ്പിച്ചത് ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർക്കാം. സാഹിത്യത്തിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നാണ് ഒരു സന്ദർഭത്തിൽ സ്നേഹ ബഹുമാനങ്ങളോടുകൂടി തന്നെ അദ്ദേഹം അടയാളപ്പെടുത്തിയത്. അപ്പോ അങ്ങനെ
ഭാഷാ സംബന്ധിയായ ഭാഷാ കേന്ദ്രിതമായ ഗവേഷണ തലത്തിൽ നിന്നും മാറി അത് സാഹിത്യ കേന്ദ്രിതമാകുന്ന ഒരവസ്ഥയിലേക്ക് കേരള സർവകലാശാലയുടെ തന്നെ മലയാള വിഭാഗത്തിൽ, ഞാൻ ഇനി മലയാള ഗവേഷണത്തിൽ തന്നെ കേന്ദ്രീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, മാറുന്ന സന്ദർഭത്തിൽ സാഹിത്യ ഗവേഷണത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആ സന്ദർഭം പ്രകടമായ ഒരു മാറ്റം ഉണ്ടായി. അത് എന്ത് എന്ന് ചോദിച്ചാൽ, PhD ഗവേഷണത്തോടൊപ്പം തന്നെ MPhil പ്രോഗ്രാമിനും പ്രബന്ധം ഡെസർട്ടേഷൻ തയ്യാറാക്കുന്നതിനുള്ള അവസരം ഉണ്ടായപ്പോൾ അവിടുത്തെ ഗവേഷണ മാർഗദർശികൾ കൂടി ആലോചിച്ച് കൈക്കൊണ്ട തീരുമാനം ഒരു 3 വർഷക്കാലത്തേക്ക് ഒരു സാഹിത്യ രൂപത്തെക്കുറിച്ച് അഥവാ പ്രസ്ഥാനത്തെക്കുറിച്ച് തന്നെ 3 ബാച്ചിൽ ഗവേഷകർ പഠനങ്ങൾ തയ്യാറാക്കട്ടെ എന്നതാണ്. അപ്പോൾ അത് ചെറുകഥയെക്കുറിച്ചും ജീവചരിത്രത്തെക്കുറിച്ചും നാടകത്തെക്കുറിച്ചും നാടകത്തിൽ തന്നെ ഏതെങ്കിലും സവിശേഷമായ പ്രസ്ഥാനത്തെക്കുറിച്ചും ഒക്കെ ആകാം എന്ന മട്ടിൽ തീരുമാനിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, കഴിവതും അത്രയധികം ശ്രദ്ധ ലഭിക്കാതെ പോകുന്ന, ഒന്നാം നിലയിൽ സ്ഥാനപ്പെടാതെ പോകുന്ന എഴുത്തുകാരുടെ സംഭാവനകൾക്ക് പരിഗണന കിട്ടുന്ന വിധത്തിലാകണം എന്നുകൂടി നിശ്ചയിക്കുകയുണ്ടായി. അപ്പോ പഠന ഗവേഷണത്തിന്റെ സ്വഭാവം ഭാഷാ കേന്ദ്രിതം എന്നതിൽ നിന്ന് സാഹിത്യ കേന്ദ്രിതം ആയി തീരുന്നതോടൊപ്പം തന്നെ വൈവിധ്യാത്മകമാവുകയും കൂടി ചെയ്യുന്നു എന്നുള്ളതാണ്. ആ വൈവിധ്യാത്മകതയിൽ പ്രാതിനിധ്യം, പ്രതിനിധാന സ്വഭാവം കൂടി വർദ്ധിക്കുന്നു. അത്ര പ്രമുഖർ എന്ന് കരുതാത്ത ആളുകളെ കൂടി പരിഗണിക്കുന്നതിനുള്ള ഒരു വിശാലമായ സമീപനം, സന്നദ്ധത ഉണ്ടാകുന്നു എന്നതാണ്. അങ്ങനെ ഒരു പഠന ഗവേഷണത്തിന്റെ അവസരമുണ്ടായപ്പോൾ അവിടെ ഗവേഷകർ ഏറ്റവും കൂടുതൽ എത്തിച്ചേരാൻ താല്പര്യപ്പെട്ട വിഷയങ്ങൾ ഈ കഥ, കവിത, നോവൽ, നാടകം തുടങ്ങിയവ. അവയുമായി ബന്ധപ്പെട്ട് PV വേലായുധൻപിള്ള സാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണങ്ങൾക്ക് ചെറുപ്പക്കാർക്കിടയിൽ, അന്വേഷകർക്കിടയിൽ കുറച്ചുകൂടി ഒരു താല്പര്യം ഉണ്ടാവുകയും ചിലരൊക്കെ പറയുന്ന PV സ്കൂൾ എന്ന ഒരു സ്വഭാവം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയാണ് ആധുനിക സാഹിത്യം, മലയാളത്തിലെ സാഹിത്യത്തിലെ ആധുനികതാ പ്രസ്ഥാനം എന്ന് അധികം പേര് പറയുന്ന നവീനതാ പ്രസ്ഥാനം, മോഡേണിസം മുഖ്യ അന്വേഷണ വിഷയമാകുന്ന ഘട്ടം ഉണ്ടാകുന്നത് ആ സന്ദർഭത്തിലാണ്. അവിടെ ഈ PV സ്കൂളിൽ പെടുന്ന ഡോക്ടർ D. ബെഞ്ചമിൻ, ഡോക്ടർ എൻ സാം, ഡോക്ടർ കുര്യാസ് കുമ്പളക്കുടി തുടങ്ങിയ ആളുകളുടെ നേതൃത്വത്തിൽ പഠനങ്ങളുടെ വൈവിധ്യപൂർണമായ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകും. ഈ സന്ദർഭത്തിൽ കേരളത്തിലെ മറ്റു സർവകലാശാലകളിലും ഉണ്ടാകുന്ന പരിണാമം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ ആ സന്ദർഭത്തിൽ നാടോടി വിജ്ഞാനീയം, ഫോക്ലോ, നാടകം, അരങ്ങ് തുടങ്ങിയ വിഷയങ്ങൾ മുതൽ ചലച്ചിത്രം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഏതാണ്ട് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിന്, സഹസ്രാബ്ദത്തിന് മുൻപ് തന്നെ സ്വീകാര്യത ലഭിച്ചു എന്നതാണ്. അപ്പൊ ഒരു 30 വർഷം മുൻപ് തന്നെ ഈ വിധത്തിലുള്ള വിഷയങ്ങൾ ചില സന്ദർഭങ്ങളിൽ ചില വിഷയങ്ങളുമായിട്ട് വന്നവർക്ക് അത് ചലച്ചിത്ര ബന്ധി മാത്രമായി പോയതുകൊണ്ട് സാഹിത്യ ഗവേഷണത്തിന്റെ ലോകത്തിലേക്ക് സ്വീകാര്യത ലഭിക്കാതെ തിരക്കഥ പോലുള്ള സാഹിത്യ ബന്ധമുള്ള വിഷയങ്ങൾ ആക്കി മാറ്റി നടത്തേണ്ടതും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും പുതിയ പുതിയ മേഖലകൾ അവിടെ നമുക്ക് തുറന്നു കിട്ടി. ഇന്ന് നമുക്ക് ആ അനുഭവം എത്രയോ വൈവിധ്യാത്മകമായിട്ടുള്ള സ്വഭാവമാണ് നമ്മുടെ ഗവേഷണ മണ്ഡലത്തിൽ കാണാൻ സാധിക്കുന്നത്. ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ 2 പേരുകൾ പ്രത്യേകം പറഞ്ഞല്ലോ. AR രാജരാജവർമ്മയുടെയും മലയാള ഭാഷാ പഠനത്തിന് പ്രാരംഭം കുറിക്കുന്നതിന് ധീരമായ നേതൃത്വം നൽകിയ, പോരാട്ടങ്ങൾക്കൊടുവിൽ അതിന്റെ നേതൃത്വം കൈവന്ന AR രാജരാജവർമ്മയെയും, പല സമാരംഭങ്ങൾക്ക് ഒന്നുപോലെ
വലിയ ഗതികോർജം പകർന്ന ഗവേഷണ മാർഗദർശി പി.കെ. നാരായണപിള്ളയും ഉൾപ്പെടെയുള്ള ആളുകൾ തുറന്നു തന്ന ആ പന്ഥാവിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ ഗവേഷണം നമുക്ക് ആഗ്രഹിക്കുന്ന വിധത്തിലൊക്കെ നിറവേറ്റാൻ പറ്റുന്ന സ്വാതന്ത്ര്യത്തോടു കൂടി തുറസ്സായ ഒരു വലിയ പ്രതലമായിട്ട് നിലനിൽക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് തമാശ എന്ന മട്ടിൽ ചിലപ്പോൾ തോന്നാറുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാനൊന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. വളരെ പ്രസിദ്ധരായവരും ഒരു പ്രസിദ്ധിയും ഇല്ലാത്തവരും ഗവേഷകരായിട്ട് നമ്മുടെ വകുപ്പുകളിൽ വന്നിട്ടുണ്ട്. ഒരു പ്രസിദ്ധിയും ഇല്ലാതെ വരികയും ഗവേഷണം പൂർത്തിയാക്കി പ്രബന്ധം സമർപ്പിക്കുകയും ചെയ്തതിന് ശേഷം ആ പ്രബന്ധം ഒരു വലിയ സംഭാവനയായി നിലകൊള്ളുന്നത് കൊണ്ട് പ്രസിദ്ധിയിലേക്ക്, ആ പ്രസിദ്ധിയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് മാറാൻ പറ്റിയവരെയും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പ്രസിദ്ധിയുടെയും അധികാരത്തിന്റെയും ആരാധനയുടെയും പൊൻകിരീടമണിഞ്ഞുകൊണ്ട് നടക്കുന്ന ചിലരെങ്കിലും ഗവേഷണത്തിന്റെ മണ്ഡലത്തിലേക്ക് ഒന്ന് സംഭാവന ചെയ്തതിൽ പിന്നീട് എന്നും ചർച്ചയുടെ, വിവാദത്തിന്റെ, പരിഹാസത്തിന്റെ പാത്രമായിത്തീരുന്ന അവസ്ഥ സൃഷ്ടിക്കുന്നതിന്റെയും വേദിയായിട്ട് മലയാള ഗവേഷണം മാറുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത്. ജീവിച്ചിരിക്കുന്നവരുടെ പേരിൽ ഞാൻ കഴിയുന്നതും ഒഴിവാക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ വസ്തുതയെ സമർത്ഥിക്കുന്നതിന് പരേതരായ രണ്ട് ആളുകളെയും അവരുടെ സംഭാവനകളെയും സ്മരിക്കാം. നിങ്ങൾ പലരും വായിച്ചിട്ടുള്ള, പഠിച്ചിട്ടുള്ള, പഠനത്തിന് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രചനയാണ്, ഒരു പുസ്തകമാണ് സന്ദേശകാവ്യങ്ങൾ ഒരു പഠനം. ചമ്പക്കുളം അപ്പുക്കുട്ടൻ പിള്ളയുടെ സന്ദേശകാവ്യങ്ങൾ ഒരു പഠനം. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാമായിരുന്ന ആളാണ് അദ്ദേഹം, ഇന്നില്ല. ആ പുസ്തകത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ പേരിന് ശാശ്വതികത്വം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ആ തന്റെ പ്രബന്ധം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ സാഹിത്യത്തിന്റെ നായകത്വം എന്ന് പറയാവുന്ന ഒരു പരിഗണന ഉണ്ടായിരുന്നു ഡോക്ടർ സുകുമാർ അഴീക്കോടിന്. അദ്ദേഹത്തിന്റെ നേരത്തെ പരാമർശിച്ച മലയാള സാഹിത്യ വിമർശനം എന്ന പ്രബന്ധം പിന്നീട് പുസ്തകമായി തീർന്ന സംഭാവന, അതിനെ തുടർന്ന് നമ്മുടെ സാഹിത്യ അന്തരീക്ഷത്തിൽ ഉണ്ടായിട്ടുള്ള ഉയർന്നു വന്ന ശബ്ദം ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും. അതേ ഒരു അവസ്ഥ ഇന്നും നമ്മുടെ സാഹിത്യ ഗവേഷണത്തിന്റെ മണ്ഡലത്തിൽ നിലനിൽക്കുന്നില്ലേ? രാഷ്ട്രീയ കക്ഷികളുടെ പ്രചാരകരായിട്ടുള്ള അധ്യാപകരോ ഗവേഷകരോ ഉണ്ടാക്കുന്ന സംഭാവനകൾ, അവർ നൽകുന്ന സംഭാവനകളുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നിലുള്ള വസ്തുതകളും ഒക്കെയായ കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല എന്ന്. അതുകൊണ്ട് ആ ഭാഗം തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്. ഇപ്പോ ഈ ഗവേഷണത്തിൽ ശാസ്ത്ര സാങ്കേതികതയുടെ വൻ മുന്നേറ്റം ഉണ്ടായി. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടു കൂടി നമുക്ക് ഗവേഷണം നടത്താൻ, പൂർത്തിയാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ പ്രയത്നം തന്നെ ആവശ്യമില്ലാത്ത വിധത്തിൽ നിർമ്മിത ബുദ്ധി നമ്മുടെ ഗവേഷണത്തെയും സ്വാധീനിക്കുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. മനുഷ്യ പ്രയത്നത്തെ മാത്രമല്ല, മനുഷ്യ സാന്നിധ്യത്തെ പോലും റദ്ദാക്കുന്നുണ്ട് എന്നുള്ളതാണ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ചില വിവരങ്ങൾ. ഒരു ഉദാഹരണം, മൈക്രോസോഫ്റ്റ് എന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒട്ടേറെ ചെറുപ്പക്കാരെ ഒഴിവാക്കിയിട്ട് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടുകൂടി അവിടെ പ്രവർത്തനം പുരോഗമിക്കുന്നു. ഇന്റൽ എന്ന മറ്റൊരു സ്ഥാപനം, കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മിക്കുന്ന ആ സ്ഥാപനം, അവരും ധാരാളം പേരെ ഒഴിവാക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു. പക്ഷേ മറ്റൊരു ഒഴിവാക്കൽ നടത്തുന്നത് അനുഭവ സമ്പന്നരായ ആളുകളെ, എന്ന് വെച്ചാൽ പ്രായം കൂടിയവരെ ഒഴിവാക്കും. ചെറുപ്പക്കാരെ
പറഞ്ഞ കമ്പനിയിൽ ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ളവരെ മാറ്റിക്കൊണ്ട് നിർമ്മിത ബുദ്ധിയുടെ സഹായം തേടുകയാണ്. അപ്പൊ ഈ വിധത്തിൽ ഉള്ള മാറ്റങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിലുള്ള സൗകര്യങ്ങളും സാധ്യതകളും ഒക്കെ ആയിട്ട് നമ്മുടെ ഗവേഷണം വളരെ വൈവിധ്യാത്മകമായിട്ട് നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, ഗവേഷണ കേന്ദ്രങ്ങളുടെയും മാർഗദർശികളുടെയും ഗവേഷകരുടെയും സംഖ്യ പോലും എത്രയോ അധികം എത്തിച്ചിരിക്കുന്നു, വർദ്ധിച്ചിരിക്കുന്നു. ഞാൻ ആദ്യം ചില ഗവേഷണ പ്രവർത്തനങ്ങളെ ഒന്ന് രണ്ട് തവണ ആവർത്തിച്ച് പറഞ്ഞത് നിങ്ങളുടെ ഓർമ്മയിൽ. ഇപ്പോൾ നമ്മുടെ ഗവേഷണം മറ്റ് പ്രയത്നങ്ങൾക്ക്, പ്രവർത്തനങ്ങൾക്കൊപ്പം നടത്തുന്ന ഒന്നായിട്ട് പരിണമിക്കുകയാണോ എന്നത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അപ്പോ ഗവേഷണ പ്രവർത്തനത്തിലേക്ക് കടന്നു ചെല്ലുന്നതിന് അഭിരുചി പരീക്ഷ അഥവാ യോഗ്യതാ പരീക്ഷ ജയിച്ചു കഴിയുന്നു, അതിന് യോഗ്യത കൈവരിക്കുന്നു. ആ യോഗ്യത കൊണ്ട് നമുക്ക് ഗവേഷണത്തിൽ വളരെ താല്പര്യത്തോടെ, ശ്രദ്ധയോടെ, നിഷ്ഠയോടെ പ്രവർത്തിക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റുകയാണ് എങ്കിൽ ഇന്നത്തേതുപോലെ ഇനിയും നമുക്ക് ധാരാളം ഗവേഷണ സംഭാവനകൾ സമൂഹത്തിന് തീർച്ചയായും നൽകാം. അതിനൊക്കെ മാർഗദർശനം നൽകുന്നതിന് അധ്യാപകത്വത്തിലേക്ക് പ്രവേശിച്ചാൽ ഒട്ടും വൈകാതെ ഏറ്റവും ചുരുങ്ങിയ പ്രയത്നം കൊണ്ട് മാർഗനിർദ്ദേശകരാകാനുള്ള സൗകര്യത്തിലൂടെ അധ്യാപകർക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ആ വിധത്തിൽ മാർഗനിർദ്ദേശകത്വത്തിന്റെ ഉന്നതമായ മാതൃകകൾ സൃഷ്ടിക്കപ്പെടുന്നതിനുള്ള വലിയ സാധ്യതയും നമ്മുടെ മുന്നിലുണ്ട്. അതെല്ലാം ഉണ്ടായിരിക്കവേ കേരളത്തിന്റെ അക്കാദമിക രംഗത്ത് പലപ്പോഴും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ആക്ഷേപത്തിന് പാത്രപ്പെടുന്നത് മലയാള ഗവേഷകരാണ്, അവരുടെ രചനകളാണ് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നമ്മുടേത് മാത്രമായ ഈ വേദിയിൽ ഓർമ്മപ്പെടുത്തണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനും മാറ്റം വരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇങ്ങനെ വരുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ആരും അപകർഷരാണ്, നമുക്ക് അപകർഷം ഉണ്ടാകണം എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനെ മറികടക്കാൻ, അതിനപ്പുറത്ത് നമ്മുടെ കരുത്തു കാണിക്കുന്നതിന്, നമ്മുടെ സംഭാവനയുടെ മാറ്ററിയിക്കുന്നതിനുള്ള ഒരു ഉത്തരവാദിത്വം, ഒരു വെല്ലുവിളി ഏറ്റെടുക്കുന്നതിന് നാം തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് ഗവേഷകരോട്, പുതുതായിട്ട് വരുന്ന സുഹൃത്തുക്കളോട് പറയാനുള്ള പ്രധാനപ്പെട്ട ആശയം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതിലധികം സമയമെടുത്തു എന്ന് തോന്നുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ച ആശയങ്ങളൊക്കെ എനിക്ക് പറയാൻ സാധിച്ചോ എന്ന ആശങ്കയും എനിക്കുണ്ട്. സമയം ക്ഷമയോടെ ഈ സംവിധാനമാകുമ്പോൾ ശ്രദ്ധാപൂർവം എന്ന് ആരെയും മുഖത്ത് നോക്കാതെ പറയാൻ നമുക്ക് പറ്റുമല്ലോ. അങ്ങനെ ഈ പരിപാടിയിൽ സംബന്ധിച്ചവരോടെല്ലാം എന്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. സർവകലാശാലയ്ക്ക്, എഴുത്തച്ഛൻ മലയാള സർവകലാശാലയ്ക്ക്, സാഹിത്യ ഏകന സ്കൂളിന് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. നമസ്കാരം. നമസ്കാരം. നിമിഷം സാറ് നമുക്ക് ആലോചിക്കാനുള്ള ധാരാളം വിഷയങ്ങൾ പറഞ്ഞു തന്നു. സാറിന്റെ ഗവേഷണ മാർഗദർശി ഡോക്ടർ പി.വി. വേലായുധൻപിള്ള സാറായിരുന്നു എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. കാരണം ആ ഒരു നമ്മുടെ ഗവേഷക മേഖലയിലെ പഥദർശിയായ ഒരു വലിയ വ്യക്തിത്വത്തിന്റെ കീഴിൽ ഗവേഷണ പഠനം പൂർത്തീകരിക്കാൻ സാധിച്ച ഒരാളാണ് ഉണ്ണികൃഷ്ണൻ സാറ്. അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ വിവിധ തുറസുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ, അതും അവർക്ക് JRF ഉണ്ടോ, അല്ല അവർ ഇന്ന വിഭാഗത്തിൽപ്പെട്ടതാണോ എന്നുള്ള പരിഗണന ഒന്നും നോക്കാതെ തന്റെ കൂടെ ചേർത്ത് നിർത്തുകയും അവരുടെ ഗവേഷണ കാലയളവിന് ശേഷവും അവരുടെ ഒപ്പം അവരുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും, അത് വേദനയുള്ളപ്പം സന്തോഷമുള്ളപ്പോഴൊക്കെ കൂടി നിൽക്കുന്ന ഒരാളും കൂടിയാണ്. എനിക്ക് തോന്നുന്നത് നമ്മള്
വലിയ വായിൽ വലിയ സിദ്ധാന്തങ്ങളും ഗവേഷണ പ്രശ്നങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നതിനേക്കാളും വലിയൊരു കാര്യമാണ് തന്റെ കൂടെ ഗവേഷണം നിർവഹിക്കുന്ന വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ അവരുടെ ഒപ്പം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. ഞാനിപ്പോ ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ പറയുകയാണ്, സാറിന്റെ കൂടെ ഗവേഷണം നിർവഹിച്ചവര് ഞങ്ങള് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങള് സാർ റിട്ടയർ ചെയ്തപ്പം 2 വലിയ പുസ്തകങ്ങൾ സാറിന് സമർപ്പിച്ചു. സാറിന്റെ കൂടെ തന്നെ റിസർച്ച് ചെയ്ത ആളാണ് MA സിദ്ദിഖ്. സിദ്ദിഖ് സാറിന്റെ റിട്ടയർമെന്റ് സന്ദർഭത്തിൽ ഒരു പുസ്തകം തന്നെ പ്രസിദ്ധീകരിച്ചു. ഞങ്ങൾ ആ വാട്സാപ്പ് ഗ്രൂപ്പിന് ഇട്ട പേര് നന്മയുടെ പൂക്കൾ എന്നാണ്. ആ പേര് പോലും വാസ്തവത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗുരുനാഥനോടുള്ള നിറഞ്ഞ സ്നേഹത്തിന്റെ, അടുപ്പത്തിന്റെ, ഇഷ്ടത്തിന്റെ ഒക്കെ ഒരു പ്രതിഫലനാണ്. സാർ ഇവിടെ വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. ചട്ടമ്പിസ്വാമി പഠനങ്ങൾ പോലുള്ള ബൃഹത്തായ ഗ്രന്ഥങ്ങൾ, ഭാഷാ പഠനങ്ങൾ പോലുള്ള അതിബൃഹത്തായ ഗ്രന്ഥങ്ങളൊക്കെ എഡിറ്റ് ചെയ്തിട്ടുള്ള ആ സന്ദർഭങ്ങളിലൊക്കെ തന്റെ ഗവേഷകരെ കൂടി ആ യത്നത്തിൽ ഭാഗവാക്കാക്കിയ ഒരു ഗുരുനാഥനാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്നത് വലിയ സന്തോഷമാണ്. തീർച്ചയായിട്ടും ഈ കുറച്ച് സമയമെങ്കിലും നമുക്ക് സാറിനോട് സംവദിക്കാനുള്ള ഒരു സന്ദർഭമാണ്. ഒന്ന് സ്വയം പരിചയപ്പെടുത്തിയ ശേഷം വളരെ സംക്ഷിപ്തമായിട്ട് നമുക്ക് സൂചിപ്പിക്കാനുള്ള കാര്യം സാറുമായി സംവദിക്കാനുള്ള ഒരു സമയമാണിത്. അതിന് എല്ലാവരും തയ്യാറാകണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാം. ഇപ്പൊ സാറ് പറഞ്ഞല്ലോ, ഗവേഷണ പ്രബന്ധം സമർപ്പിക്കാൻ സാധിക്കാത്ത പലരെ കുറിച്ച് സൂചിപ്പിച്ചു. എനിക്ക് എപ്പോഴും ഓർക്കാറുള്ളത് M. അച്യുതമാഷെ കുറിച്ചാണ്. ചെറുകഥ ഇന്നലെ ഇന്ന് എന്നത് അദ്ദേഹത്തിന്റെ ഗവേഷണ പഠനത്തിന്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയതാണ്. പക്ഷെ PhD ഒന്നും അദ്ദേഹം സമർപ്പിച്ചില്ല. അപ്പൊ അത്തരം ഗഹനങ്ങളായ കൃതികളെ കുറിച്ച് കൂടി ആഴത്തിൽ പഠിക്കാനും അങ്ങനെ ഇരുന്ന് പഠിക്കാനുള്ള ഒരു താല്പര്യം, അതോടൊപ്പം തന്നെ ഭാഷാശുദ്ധി. കൃഷ്ണ സാർ എപ്പോഴും തന്റെ വിദ്യാർത്ഥികളുടെ തീസിസ് ശ്രദ്ധിച്ച് പരിശോധിക്കാറുള്ള ആളാണ്. ചിലരൊക്കെ പറയാറുണ്ട് ഈ തീസിസ് ഈ പ്രൂഫ് നോക്കുക എന്നുള്ളത് ഗവേഷണ മാർഗദർശിയുടെ ചുമതലയൊന്നും അല്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ സാർ അങ്ങനെയല്ല. സാറ് എത്ര സ്വന്തം ആരോഗ്യം പോലും പരിഗണിക്കാതെ അത് നന്നായി പരിശോധിക്കും. മാത്രമല്ല, ഗവേഷകന് എല്ലാവിധ സ്വാതന്ത്ര്യവും അല്ല, തന്റെ പ്രത്യയശാസ്ത്രം, തന്റെ ആശയം ആണ് ഗവേഷകൻ അവതരിപ്പിക്കേണ്ടതെന്നുള്ള ഒരു ശാഠ്യവും സാറ് പുലർത്താറില്ല. അത് സാറിന്റെ കൂടെ ഗവേഷണം ചെയ്തവർക്ക് ബോധ്യമായ കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അനുഭവ സമ്പന്നനായ ഒരു ഗുരുനാഥന്റെ സാന്നിധ്യം ഇന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആ ഗവേഷകരും അതോടൊപ്പം തന്നെ ഗവേഷണ മാർഗദർശികളും ഒക്കെ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഇവിടെ ഉള്ളത്. അശോക് ഡിക്രൂസ് മാഷാണെങ്കിലും, ഗണേഷ് മാഷാണെങ്കിലും, ബാബുരാജ് മാഷാണെങ്കിലും ഔദ്യോഗിക ബന്ധത്തിന് അപ്പുറം ഒരു ആത്മബന്ധം കണ്ടാൽ ചേർത്ത് പിടിക്കുന്ന ഒരു ബന്ധമുള്ളവരാണ് നൗഷാദ് എല്ലാവരും. അതുകൊണ്ട് ഇന്ന് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, വലിയ സന്തോഷമുണ്ട് ഈ സെമിനാറിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. സാറുള്ള സന്ദർഭത്തിൽ മോഡറേറ്റർ ആയിട്ട് ഇരിക്കാനുള്ള യാതൊരു യോഗ്യതയില്ല. പക്ഷെ സാറിന്റെ സാമീപ്യം തന്നെ ഒരു അനുഗ്രഹപ്രദമാണ്. അപ്പം ചർച്ചകൾക്ക് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുകയാണ്, ഒന്ന് പരിചയപ്പെടുത്തണം, എന്നിട്ട് സംവാദത്തിലേക്ക് കടക്കാം. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ C. ഗണേഷ്, സാഹിത്യരചന സ്കൂളിലെ അധ്യാപകനാണ്. ശ്രീശൈലം ഉണ്ണീഷ മാഷും ഡോക്ടർ AM ഉണ്ണീഷ മാഷും മലയാള ഗവേഷണത്തിന്റെ ചരിത്രവും വർത്തമാന അവസ്ഥയെക്കുറിച്ചും വളരെ സൂക്ഷ്മമായി തന്നെ തങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ വളരെ പ്രൗഢ ഗംഭീരമായ നിരീക്ഷണങ്ങൾ പ്രത്യേകിച്ചും AM ഉണ്ണീഷ മാഷുടെ അവതരണത്തിൽ ഉണ്ടായി. സമയക്കുറവ് കൊണ്ട് എനിക്ക് തോന്നുന്നു മാഷ് വളരെ സംക്ഷിപ്തമായിട്ടാണ് പറഞ്ഞത് എങ്കിലും ഓരോ വാചകത്തിലും വളരെ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ട് ഉണ്ട്. അതിന്
പ്രത്യേകം ആദ്യം നന്ദി പ്രകാശിപ്പിക്കുകയാണ്. എന്റെ ഈ സംവാദത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കാൻ ശ്രീശൈലം മാഷ് പറയുമ്പോ എനിക്ക് ഉണ്ണീഷ് മാഷ് വിശദീകരണം തന്നാൽ നന്നായിരുന്നു. അതായത് മലയാള ഗവേഷണത്തിന്റെ ചരിത്രം ചട്ടമ്പി സ്വാമികൾ ആരംഭിക്കാം എന്ന് പറയുമ്പോ അത് തീർച്ചയായിട്ടും ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാമാന്യ വ്യവഹാരത്തില്, അതായത് സമകാലിക ഗവേഷകരുടെ ഇടയിൽ അതെങ്ങനെ എന്നൊരു ചോദ്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോ ചട്ടമ്പി സ്വാമികളുടെ കുറിച്ചുള്ള ഒരു ബൃഹത് ഗ്രന്ഥം തന്നെ എഡിറ്റ് ചെയ്ത ആളെന്നുള്ള നിലയ്ക്ക് ചട്ടമ്പി സ്വാമികളുടെ ജീവചരിത്രവും അദ്ദേഹത്തിന്റെ സംഭാവനകളും വളരെ ആഴത്തിൽ വിശകലനം ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഉണ്ണീഷ് മാഷ് തന്നെയാണ് അതിനൊരു വിശദീകരണം നൽകേണ്ടത്. അതായിരിക്കും ഏറ്റവും ഇന്ന് ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും ആധികാരികമായ ചട്ടമ്പി സ്വാമികളെ കുറിച്ചുള്ള ഒരു ആധികാരികമായ ശബ്ദം എന്ന് പറയാവുന്ന ഉണ്ണീഷ് മാഷ് തന്നെയായിരിക്കും. അതൊരു സമകാലിക ഇപ്പോഴുള്ള ഗവേഷകർക്ക് വേണ്ടി അക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയാൽ നന്നായിരിക്കും എന്ന് ആവശ്യപ്പെടുകയാണ്. വളരെ നന്നായി ഗണേഷ് മാഷ്. ഉണ്ണികൃഷ്ണൻ സാറേ. എനിക്ക് കേൾക്കാം. ഞാൻ പറയുന്നത് കേൾക്കുന്നു? നന്നായി കേൾക്കുന്നു. ശരി ശരി. ഗണേഷ് സാറിനെ കാണാൻ സാധിച്ചു, സന്തോഷം. അദ്ദേഹത്തിന്റെ ചോദ്യവും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാന് ചട്ടമ്പി സ്വാമി പഠനങ്ങൾ എന്ന പുസ്തകം തയ്യാറാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മുന്നിൽ ഉന്നയിച്ച ഒരു സംശയമാണത്. ആ പുസ്തകം തയ്യാറാക്കാൻ എന്നെ സഹായിച്ചത് കേരളത്തിലും പുറത്തും, രാജ്യത്തിനകത്തും പുറത്തും ഉള്ള 200-ലധികം ആളുകളാണ്. അതിനകത്ത് ഏറ്റവും മുതിർന്ന ഗവേഷണ മാർഗദർശികൾ മുതൽ ഇന്ന് 30 വയസ്സ് തികയാത്ത ഗവേഷകരും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 1 വർഷത്തിലധികം സമയം അദ്ദേഹത്തിന്റെ കൃതികളെയും സംഭാവനകളെയും അടുത്ത് അറിഞ്ഞ് കൃത്യമായി പഠിച്ച് അവതരിപ്പിച്ച നിഗമനങ്ങൾ ക്രോഡീകരിച്ചാണ് ആ പുസ്തകം സംവിധാനം ചെയ്തത്. അപ്പോൾ എന്റെ മനസ്സിൽ ഉണ്ടായ സംശയമാണ് ഇത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഗവേഷണ സ്വഭാവത്തെ കുറിച്ച് നഗരാജ ഗുരുവിന്റെ വാക്കുകൾ ഞാൻ ഉദ്ധരിച്ചത്. നഗരാജ ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനാണ്. അദ്ദേഹം വിദേശ സർവകലാശാലകളിൽ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്, ഗവേഷകനാണ്, മാർഗദർശിയാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഗുരു നിത്യചൈതന്യയതി. അദ്ദേഹവും അതുപോലെ തന്നെ ലോകം മുഴുവൻ വൈജ്ഞാനിക സംഭാവനകൾ നൽകിയ വിശിഷ്ടനായ ഗുരുശ്രേഷ്ഠനാണ്. അപ്പൊ ആ രീതിയിൽ ഉള്ള വിലയിരുത്തൽ ഇതെല്ലാം മനസ്സിലാക്കി ജർമ്മനിയിലും ഫ്രാൻസിലും ഒക്കെ നടക്കുന്ന ഗവേഷണ പ്രവർത്തനങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയ ആളുകൾ അവരുടെ ആ അനുഭവത്തിന്റെ പിൻബലത്തിൽ അദ്ദേഹത്തിന്റെ രചനകൾ പരിശോധിച്ചിട്ടാണ് ഈ അഭിപ്രായം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം ചട്ടമ്പി സ്വാമി ആ പ്രവർത്തനങ്ങൾ നടത്തുമ്പോ അദ്ദേഹത്തിന് ഒരു താല്പര്യവുമില്ല, ഒരു പ്രതിഫലേച്ഛയുമില്ല, ഏതെങ്കിലും കൈവരും എന്നുള്ള ആഗ്രഹവും അശേഷമില്ല. തന്റെ ഒരു ഉത്തരവാദിത്വം അത് ജന്മനാ ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുത്തിട്ടൊന്നുമല്ല. താല്പര്യമുള്ള ആളുകൾ ഒരു വിഷയം അദ്ദേഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ട് അത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം, നിഗമനം ആവശ്യപ്പെടുമ്പോൾ അവിടെ നിന്ന് വാങ്ങുന്ന കടലാസും പെൻസിലും ഉപയോഗിച്ച് കുളിക്കുന്നു, അവിടെ തന്നെ വിട്ടിട്ട് പോകുന്നു എന്നതാണ്. അപ്പൊ അങ്ങനെയാണ് പ്രാചീന മലയാളം 5-6 ഭാഗങ്ങളുള്ള ഒരു പുസ്തക സഞ്ചയം, ഒരു പുസ്തക പരമ്പരയായിട്ടാണ് അദ്ദേഹം സംവിധാനം ചെയ്തത്. 1913
ഒന്നാം ഭാഗം പുറത്തു വന്നപ്പോ പ്രാചീന മലയാളം എന്ന പേരിൽ പ്രസിദ്ധമായ ആ ഭാഗം പുറത്തു വന്നപ്പോ പിന്നീട് ഉള്ള ഭാഗങ്ങൾ ആരുടെ കയ്യിൽ ഏത് വീട്ടിലാണ് എന്ന് അറിയാൻ പറ്റാതെ പോയി. അടുത്ത കാലത്ത് ഡോക്ടർ സുരേഷ് മാധവ് രണ്ടാം ഭാഗം തേടിപ്പിടിച്ച് പ്രകാശിപ്പിച്ചു. ഇനി അതിന്റെ 4 ഭാഗം കൂടി കിട്ടാനുണ്ട്. ഏതോ വീട്ടിൽ ചിലപ്പോ പൂജാവസ്തുവായിട്ട് ഇരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ അത് ചെതലരിച്ച് പോയിട്ടുണ്ടാകും, നശിച്ചു പോയിട്ടുണ്ടാകും. അങ്ങനെയാണ്. അപ്പോൾ ഒരു വിഷയത്തെ കുറിച്ചുള്ള അന്വേഷണം നടത്തുമ്പോൾ എത്രമാത്രം ക്ലേശം സഹിക്കണം, എത്രമാത്രം ഉപാദാന വസ്തുക്കൾ സംഭരിക്കണം, തെളിവുകൾ ശേഖരിക്കണം എന്നുള്ളതിന്റെ ഒക്കെ ഒരു വലിയ മാതൃകയായിട്ടാണ് അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, അഭിപ്രായം പറയുമ്പോൾ ചിന്താപരമായ ധീരത പ്രകടിപ്പിക്കേണ്ടി വരുമ്പോൾ ഒത്തുതീർപ്പിനോ കീഴടങ്ങലിനോ ഒരിക്കലും അല്പം പോലും സന്നദ്ധനാകാതിരിക്കുക എന്നുള്ളത് അതാണല്ലോ സത്യാന്വേഷണ മാർഗത്തിൽ അത് ചെയ്യുന്ന ആളിന്റെ ഒന്നാമത്തെ യോഗ്യത. ഒരു കോംപ്രമൈസില്ല. വിളിച്ചു പറയേണ്ടത്, തെളിച്ചു കാട്ടേണ്ടത്, ചെയ്യുക എന്നതല്ലാതെ മറ്റു ഒരു പരിഗണനയും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് സത്യാന്വേഷണത്തിലെ ഒന്നാമത്തെ പരിഗണന. ഗവേഷണവും സത്യാന്വേഷണമാണ്. വസ്തുത, യാഥാർത്ഥ്യം കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെ കണ്ടെത്തുന്ന യാഥാർത്ഥ്യമാണല്ലോ പുതിയ അറിവായിട്ട് നമ്മൾ സമൂഹത്തിന് നൽകുന്നത്. അതുകൊണ്ടാണല്ലോ ജ്ഞാനനിർമ്മാണം, ജ്ഞാനോത്പാദനം എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കുന്നത്. ആ രീതിയിൽ ചെയ്യുമ്പോൾ ചട്ടമ്പിസ്വാമിക്ക് അദ്ദേഹത്തെ എഴുത്തിനിരുത്തിയിട്ടില്ല. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഔപചാരികമായിട്ടുള്ള വിദ്യാരംഭം ഉണ്ടായിട്ടില്ല, ഔപചാരികമായ വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ഒരാള് ചെയ്ത പ്രവർത്തനമായതുകൊണ്ട് അക്കാലിക ലോകത്തിന് അത് അത്രത്തോളം പരിഗണനാ വിഷയമായിരുന്നില്ല അടുത്ത കാലം വരെ. ഞാൻ ഈ പുസ്തകം തയ്യാറാക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ വലിയ വൈയാകരണന്മാരെ ചിലരെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആദി ഭാഷ, പ്രാചീന മലയാളം, തമിഴകം, ദ്രാവിഡ മഹാത്മ്യം തുടങ്ങിയ പുസ്തകങ്ങളെ കുറിച്ച് അവരിൽ പലരും കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ വായിച്ചിട്ടില്ല. വായിച്ച ചിലർക്ക് തന്നെ വേണ്ടത്ര മതിപ്പില്ല. കാരണം അദ്ദേഹം ഒരു അക്കാദമിക്കാണ് എന്ന് അവർക്ക് തോന്നുന്നില്ല. സന്യാസി അല്ലെങ്കിൽ പുരോഹിതൻ അല്ലെങ്കിൽ പ്രവാചകൻ എന്നൊക്കെ ഉള്ള തലത്തിൽ നിൽക്കുന്ന ആളുകളെ അക്കാദമിക്കുകൾക്ക് പുറമേക്ക് അത്ര സ്വീകാര്യത തോന്നുകയില്ലല്ലോ. പുറമേക്ക് എന്നുള്ള വാക്ക് ഞാൻ അടിമേക്ക് പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പരിമിതി ചിലപ്പോൾ ഈ കാര്യത്തിലും ഉണ്ടായിരിക്കാം എന്നതാണ്. 2, അദ്ദേഹം അവതരിപ്പിക്കുന്ന നിഗമനങ്ങൾ ആയിരക്കണക്കിന് വർഷമായിട്ട് കെട്ടിപ്പൊക്കി ഉയർത്തി നിർത്തിയിരിക്കുന്ന ചിന്താ ഗോപുരങ്ങളുടെ ആണിക്കല്ല്, അടിത്തറ ഇളക്കുന്ന ആശയങ്ങളുടെ സംഘാതങ്ങളായിരുന്നു. അത് ഈ രാജ്യത്ത്, ഭാരതത്തിൽ ആയിരക്കണക്കിന് വർഷമായിട്ട് നിലനിൽക്കുന്ന വ്യവസ്ഥിതിയെ, ചാതുർവർണ്ണ വ്യവസ്ഥിതിയെ, അല്ലെങ്കിൽ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് സ്വയം മേനി നടിക്കുന്ന ആ ഒരു കൊളോണിയൽ ശക്തിയെ നിഷ്കരണം ചോദ്യം ചെയ്യുകയും നിർദ്ദയം വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ചിന്താപരമായ ധീരത, ഏകാഗിയുടെ ധീരത, ഏകാഗിയുടെ പോരാട്ടത്തിന്റെ ആ ഒരു ഉത്സാഹം, ആ പോരാട്ട വീര്യം ഒക്കെ ഇഷ്ടപ്പെടാനിട്ടോ ദഹിക്കാനിട്ടോ സ്വീകാര്യമല്ലാഞ്ഞിട്ടോ ഒക്കെ കൂടിയും ആയിരിക്കാം എന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അന്വേഷണത്തിൽ വ്യക്തിയുടെ മുഖമോ വ്യക്തിയുടെ നാമമോ അദ്ദേഹത്തിന്റെ പശ്ചാത്തലമോ പരിഗണനാ വിഷയമല്ല. അദ്ദേഹം എന്താണ് അവശേഷിപ്പിക്കുന്നത്, അവശേഷിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് സ്വീകാര്യമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് എന്റെ ഒരു സംശയമാണ്. ഇതുപോലെയുള്ള വേദികളിൽ ആണ് അതിൽ നിന്ന് ഒരു തെളിച്ചം കൈവരേണ്ടത് എന്നാണ്. ഞാനല്ലാതെ അത് അങ്ങനെയാണ് എന്ന് ഒരു പ്രസ്താവം ആയിട്ട് അവതരിപ്പിക്കുകയല്ല ചെയ്തത്. വളരെ വളരെ സന്തോഷം മാഷെ. സ്വാമിക്ക് ഇറങ്ങാനുള്ള ഇതുവരെ അത്തരത്തിൽ പഠിക്കാത്ത ആളുകൾക്ക് ചട്ടമ്പി സ്വാമികളുടെ കൃതികളിലേക്ക്
അത്തരത്തിൽ പ്രവേശിക്കാനുള്ള അതിനുള്ള ഒരു വഴി മാഷ് ഇവിടെ തുറന്നിട്ടിട്ടുണ്ട്. ഇപ്പോ ഗവേഷണം ചെയ്യുന്ന ആളുകൾ, എന്നെ പോലെ ഗവേഷണമൊക്കെ കഴിഞ്ഞ ആളുകൾ ഒക്കെ ഇത് ശ്രദ്ധാപൂർവം കേൾക്കുന്നുണ്ട് എന്ന് മാത്രം പറയുന്നു. കാര്യത്തിൽ മലയാള സർവകലാശാല തന്ന പിന്തുണയും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. ചട്ടമ്പിസ്വാമി പഠനങ്ങളിൽ ഏറ്റവും പ്രമുഖമായ പ്രബന്ധങ്ങൾ, ഒന്നിൽ കൂടുതൽ പ്രബന്ധങ്ങൾ സംഭാവന ചെയ്തത് അവിടുത്തെ ഭാഷാശാസ്ത്ര വകുപ്പിൽ നിന്നാണ്. ശ്രീനാഥൻ മാഷാണ്, ശ്രീധരൻ മാഷാണ്, ഗണേശൻ മാഷാണ്, അശോക് ഡിക്രൂസ സാറാണ്, അങ്ങനെ പലരുണ്ട്. അതിനു മുൻപ് നേരത്തെ ഡോക്ടർ ശ്രീശൈലം സൂചിപ്പിച്ച മലയാള ഭാഷാ പഠനങ്ങളുടെ പുസ്തകം, അത് 1000 പേജിനടുത്ത് ഉള്ള 51 പ്രബന്ധങ്ങളുടെ സമാഹാരമാണ്. അതിൽ നിങ്ങളുടെ തന്നെ തീരെ ചെറുപ്പക്കാരായ ഗവേഷകര്, ഭാഷാശാസ്ത്ര വകുപ്പിൽ നിന്നൊക്കെയുള്ള ഗവേഷകര് അവതരിപ്പിച്ച നിഗമനങ്ങൾ, എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഈ പ്രീ സബ്മിഷൻ ഓപ്പൺ ഡിഫൻസ് ഒക്കെ ധാരാളം നടത്തുന്നതാണല്ലോ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്. മാത്രമല്ല ഞങ്ങളുടെ ഫാക്കൽറ്റിയിൽ തന്നെ സംസ്കൃതത്തിലും തമിഴിലും ഒക്കെ ലിംഗ്വിസ്റ്റിക്സിൽ പോലും നടക്കുന്ന അങ്ങനെയുള്ള അക്കാദമിക പ്രവർത്തനങ്ങളിൽ പലപ്പോഴും മലയാള ഭാഷാ പഠനങ്ങൾ എന്ന പുസ്തകം ആവർത്തിച്ച് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അതിൽ മലയാള സർവകലാശാലയിൽ നിന്നുള്ള ആളുകളുടെ സംഭാവനയും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ആ പിൻബലം എന്ന് എനിക്ക് സന്തോഷത്തോടെ എടുത്തു പറയാൻ തോന്നുന്ന കാര്യം. വളരെ സന്തോഷം സാറേ. നമസ്കാരം. നമസ്തേ. ഇപ്പൊ ഇതുമായിട്ട് ഗണേശ മാഷ് ഇപ്പൊ ഈ വിഷയം ഉന്നയിച്ചത് വളരെ സന്തോഷം തോന്നുന്നു. കാരണം ചട്ടമ്പിസ്വാമികളെ ആ രീതി ഇപ്പം കേരള സർവകലാശാലയിൽ ചട്ടമ്പിസ്വാമി കേന്ദ്രമുണ്ട്. സാറ് സെനറ്റിൽ ആവശ്യപ്പെട്ട പ്രകാരം കേരള യൂണിവേഴ്സിറ്റിയിൽ ചട്ടമ്പിസ്വാമികളുടെ പേരിൽ ഒരു പഠന സ്വഭാവമുള്ള ഒരു സ്ഥാപനം ആരംഭിക്കുന്നു. അങ്ങനത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ എന്നോട് വളരെ പ്രധാനപ്പെട്ട ഭാഷാശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ പറഞ്ഞത്, ചട്ടമ്പിസ്വാമികളുടെ ഈ പ്രാചീന മലയാളം അടക്കമുള്ള കൃതികൾ, ആദിഭാഷ അടക്കമുള്ള കൃതികൾ AR-നെ പോലുള്ളവരുടെ ശ്രദ്ധയിൽ പെട്ടിരുന്നെങ്കിൽ കേരളവാണ്യത്തിന്റെ പീഠ്യഗിരിയിലായിരിക്കില്ല എന്നൊരു അഭിപ്രായം പറഞ്ഞു. അതായത് നമ്മുടെ ഭാഷയെക്കുറിച്ച്, നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് ഒക്കെയുള്ള പഠനങ്ങളുടെ മേഖലയിൽ ചട്ടമ്പിസ്വാമികൾ സൃഷ്ടിച്ച ഒരു വെളിച്ചം അല്ലെങ്കിൽ ഒരു വിച്ഛേദം നമ്മുടെ അക്കാദമിക സമൂഹം, അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും അവർക്കത് ലഭ്യമായില്ല. പക്ഷെ ഇന്ന് അത് ലഭ്യമായ ഒരു പശ്ചാത്തലത്തിൽ ചട്ടമ്പിസ്വാമികൾ നമ്മുടെ ഫോക്ലോറിന്റെ മേഖലയിൽ, ചരിത്രത്തിന്റെ മേഖലയിൽ, കീഴാള വിജ്ഞാനീയത്തിന്റെ മേഖലയിൽ, അതോടൊപ്പം തന്നെ നമ്മുടെ സ്ത്രീവാദ വിജ്ഞാനീയത്തിന്റെ മേഖലയിൽ, സംസ്കാര പഠനത്തിന്റെ മേഖലയിൽ ഒക്കെ നൽകിയ സംഭാവനകളെ ആ രീതിയിൽ നമ്മുടെ തനതായ വഴിയിലൂടെ പഠിക്കാനുള്ള ഒരു പരിശ്രമം, ആ രീതിയിൽ യാതൊരു സംശയമില്ലാതെ പറയാം. കാരണം മലയാള ഗവേഷണത്തിന്റെ പഥദർശി എന്ന് എല്ലാ അർത്ഥത്തിലും അത് അക്കാദമിക് സമൂഹം എന്നോട് ചിലര് ഈ ചട്ടമ്പിസ്വാമി പഠനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രബന്ധങ്ങൾ എഴുതിയപ്പോൾ പറഞ്ഞത്, രാത്രിയിൽ ഉറങ്ങാൻ പറ്റിയില്ല. കാരണം ഇതുവരെയുള്ള ഒരു പശ്ചാത്താപം, കുറ്റബോധമാണ്. കാരണം ഇങ്ങനെ ഒരാളെ മനസ്സിലാക്കാൻ താമസിച്ചു പോയല്ലോ എന്ന് എന്നോട് പറഞ്ഞത് കേരളത്തിലെ ദളിത് വിജ്ഞാന മേഖലയിൽ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. നമ്മൾ അത്തരം ഒരു അന്വേഷണവും പഠനവും ഒക്കെ നിർവഹിക്കണം എന്നുള്ള ഒരു സൂചനയിലേക്കാണ് സാർ എത്തിച്ചത്. അതിലേക്ക് ഗണേശ മാഷ് ആ ചോദ്യം ചോദിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ ഇതിനുള്ള ഒരു സമയമാണ്. നമസ്കാരം, ഞാൻ ബാബുരാജൻ. മാഷെ കേൾക്കാമോ? മാഷെ നന്നായിരുന്നു. ഗവേഷണത്തെ കുറിച്ചുള്ള മാഷെ പ്രഭാഷണം വളരെ ശ്രദ്ധേയമായിരുന്നു. എനിക്ക് മാഷെ നേരിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ഗവേഷണത്തിൽ സിദ്ധാന്തങ്ങൾ പലപ്പോഴും കുട്ടികളെയും ഗവേഷകരെയും ഒക്കെ കുഴക്കുന്ന ഒരു പ്രശ്നമാണ്. സിദ്ധാന്തങ്ങൾ എല്ലാവരും അവതരിപ്പിക്കുന്നു, പക്ഷെ അത് പ്രായോഗിക തലത്തിൽ വരുമ്പോൾ ആ സിദ്ധാന്തങ്ങൾ അവിടെ ഇരിക്കുകയും മറ്റൊരു കാര്യങ്ങൾ വേറെ ഇരിക്കുക. അത് സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ വിഷയത്തെ സിദ്ധാന്തവൽക്കരിക്കാൻ കഴിയാതെ പോകുന്ന ഒരു പ്രശ്നമുണ്ട്. അതായത് ഞാൻ ഉദ്ദേശിച്ചത്, ഈ
പഠന രീതിയിൽ നമ്മൾ അവലംബിക്കുന്ന ഇപ്പോ സംസ്കാര പഠനമായാലും പിന്നെ സാമൂഹ്യശാസ്ത്ര പഠന രീതിയായാലും അല്ലെങ്കിൽ ചരിത്ര പഠന രീതിയായാലും നമ്മൾ ഏതെങ്കിലും ഒരു സിദ്ധാന്തത്തെ ആസ്പദമാക്കിയിട്ടാണ് ആ വിഷയത്തെ, ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ സിദ്ധാന്തം അവിടെ ഇരിക്കുകയും സിദ്ധാന്തത്തെ കുറിച്ച് അധ്യായങ്ങളൊക്കെ വിശദീകരിക്കും. പക്ഷെ അതിന്റെ വിശകലനത്തിലേക്ക് വരുമ്പോൾ, അപഗ്രഥനത്തിലേക്ക് വരുമ്പോൾ അത് പ്രയോഗിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതേക്കുറിച്ച് എങ്ങനെ നമുക്ക് ഈ പ്രബന്ധത്തിൽ അല്ലെങ്കിൽ പഠനത്തിൽ സിദ്ധാന്തത്തെ ചേർത്ത് കൊണ്ടുപോവാം എന്നൊരു കാര്യത്തെ കുറിച്ച് ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. നന്ദി. അതെ സാർ, ഈ സിദ്ധാന്തങ്ങളുടെ ആധിപത്യം അഥവാ ഏകാധിപത്യം നമ്മുടെ ഗവേഷണത്തെ പലപ്പോഴും അമർത്തിക്കളയുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പലരും അങ്ങനെ പറയാറുമുണ്ട്. സിദ്ധാന്തങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തുന്നതിന്റെ, വശീകരിക്കുന്നതിന്റെ പല കാരണങ്ങളുണ്ട്. പക്ഷെ ആ സിദ്ധാന്തങ്ങൾ പലപ്പോഴും പൂർണ്ണമായും വ്യക്തമായും നമുക്ക് സ്വാംശീകരിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. രണ്ട്, പ്രസക്തമാണോ പ്രസ്തുത സിദ്ധാന്തം എന്നുള്ള അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രമേ ആ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പാടുള്ളൂ എന്നുള്ളതുമുണ്ട്. സിദ്ധാന്തങ്ങൾ പലതും വരികയും പോവുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അല്പായുസുള്ള സിദ്ധാന്തങ്ങൾ ആണ് അധികമായിട്ടും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു സിദ്ധാന്തത്തിന്റെ വശീകരണം, ഒരു സിദ്ധാന്തത്തെ ആദ്യമായിട്ട് അവതരിപ്പിക്കാനുള്ള വ്യഗ്രത തുടങ്ങിയിട്ടുള്ള മനുഷ്യ സഹജമായ കാരണങ്ങൾ പലതും തിരഞ്ഞെടുപ്പിൽ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഈ സിദ്ധാന്തങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പലരും സമ്മതിച്ച ഒരു കാര്യം പറയാമെന്ന് വിചാരിക്കുന്നത്. പാശ്ചാത്യ ലോകത്തുണ്ടാകുന്ന സിദ്ധാന്തങ്ങൾ എല്ലാം ഇംഗ്ലീഷ് ഭാഷയിലല്ല അവതരിപ്പിക്കപ്പെടുന്നത്. മറ്റ് പല ഭാഷകളിലായിട്ട് ആദ്യം അവതരിപ്പിക്കപ്പെട്ട സിദ്ധാന്തങ്ങളെ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്തിട്ട് ആ ഇംഗ്ലീഷിൽ നിന്നാണ് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നത്. ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റുന്ന സന്ദർഭത്തിൽ തന്നെ ആ സിദ്ധാന്തത്തിന്റെ മൗലികത 100% പരിരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു ആശങ്ക അവശേഷിക്കും. ഇംഗ്ലീഷിൽ നിന്നും അതിനെ സ്വാംശീകരിച്ച് മലയാളത്തിലാക്കുന്ന വ്യക്തിയും അതേ മട്ടിൽ തന്നെ വിജയിച്ചിട്ടുണ്ടോ എന്ന വിഷയവും അവിടെ ഉണ്ട്. ഒരു 30-35 വർഷം മുൻപ് നമ്മുടെ ഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ട നൂതന സിദ്ധാന്തങ്ങൾ, അന്നത്തെ നൂതന സിദ്ധാന്തങ്ങൾ പലതും വായിച്ചവർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. വായിച്ചത് മനസ്സിലാക്കാതെ പോകുന്നത് ഭാഷയുടെ സ്വരൂപത്തിൽ വരുത്തിയ കൃത്രിമമായിട്ടുള്ള വ്യതിയാനങ്ങൾ കൊണ്ട്. കാരണം തന്റെ ഉള്ളിൽ തന്നെ വേണ്ട വിധത്തിൽ ആ ആശയം ലയിച്ചു ചേർന്നിട്ടില്ല. ലയിച്ചു ചേരാത്ത ഒന്നിനെ പുനരാവിഷ്കരിക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ അതിന്റെ ഭാഷാപരമായിട്ടുള്ള സൗഗമ്യം സാധ്യമാകാതെ വരുന്നു. അപ്പോ നമ്മുടെ ഭാഷയുടെ ഘടനയെ അട്ടിമറിച്ചുകൊണ്ട് ബോധപൂർവം സൃഷ്ടിക്കപ്പെടുന്ന കൃത്രിമത്വത്തിന്റെ ഒരു മറയ്ക്കുള്ളിൽ പതുങ്ങിയിരുന്നുകൊണ്ട്, ഒളിച്ചിരുന്നുകൊണ്ട് ഒരു സിദ്ധാന്തം ഞാൻ അവതരിപ്പിച്ചു എന്ന ഖ്യാതി നേടിയെടുക്കാനുള്ള ഒരു ശ്രമം ആയിട്ട് പല സിദ്ധാന്തങ്ങളും മലയാളത്തിൽ പറഞ്ഞു. അങ്ങനെ കിട്ടിയ സാധനങ്ങൾ ഉപയോഗിച്ച് ഗവേഷണത്തിൽ ഏർപ്പെട്ട പല ആളുകൾക്കും ആ വിഷയത്തെ വ്യക്തതയോടുകൂടി മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ, ചിലപ്പോൾ എഴുതി പിടിപ്പിക്കാൻ പറ്റിയേക്കും, പറഞ്ഞു കൊടുക്കുമ്പോൾ വിജയിക്കാൻ പറ്റാതെ വന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വിഷയമുണ്ട്. സിദ്ധാന്തം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. സിദ്ധാന്തത്തിന്റെ വെളിച്ചത്തിൽ മാത്രമേ ഗവേഷണം നടത്താൻ സാധിക്കുകയുള്ളൂ. സിദ്ധാന്തമാണ് ഗവേഷണത്തിന് വെളിച്ചം പകരുന്നത്. പക്ഷേ ആ വെളിച്ചം പ്രസക്തമാണോ, നമ്മുടെ വിഷയത്തിന് അതാണോ പാകം ഇണങ്ങുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുകയാണ് പ്രാഥമികമായിട്ടുണ്ടാകേണ്ടത്. അങ്ങനെയുള്ള സിദ്ധാന്തങ്ങളെ ഗവേഷകർക്ക്, വിദ്യാർത്ഥികൾക്ക് ശരിയായി ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനുള്ള ഒരു ശ്രമം ശരിക്കു പറഞ്ഞാൽ നമുക്ക് ഏറ്റെടുത്ത് നടത്തേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ
ഗവേഷകർക്ക് തീർച്ചയായിട്ടും സിദ്ധാന്തങ്ങളുടെ പിൻബലത്തോടു കൂടി മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ആ സിദ്ധാന്തം ശരിയായി അവർക്ക് ഗ്രഹിക്കാൻ സാധിക്കണം. അവിടെ മാർഗദർശിക്കും സ്ഥാപനത്തിനും പ്രത്യേകിച്ച് സർവകലാശാലയ്ക്കുമാണ് ഉത്തരവാദിത്വം. വളരെ നന്ദി സർ. പലപ്പോഴും നമ്മളെല്ലാം ബാധിക്കുന്ന ഒരു ചോദ്യമാണ് ബാബുല. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ ഞങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലെ തോന്നും. മലയാളത്തിലെ പ്രശസ്തനായ ഒരു നിരൂപകൻ EP രാജഗോപാലനാണ് പറഞ്ഞിട്ടുള്ളത്, ചില കടൽ മത്സ്യങ്ങളുണ്ട്, ആ കടൽ മത്സ്യങ്ങളുടെ ഉള്ളിലെ എണ്ണ കൊണ്ട് അതിനെ പൊരിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ ചില കടൽ മത്സ്യങ്ങളുണ്ട് പുറമേ നിന്ന് എണ്ണ ഒഴിക്കണം. പലപ്പോഴും ഈ പുറമേ നിന്ന് എണ്ണ ഒഴിക്കുന്ന ഒന്നായിട്ട് നമ്മുടെ സിദ്ധാന്ത പ്രയോഗങ്ങൾ മാറി തീരുകയാണ്. ഒരു ഗവേഷണ വിഷയത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ അതിന് ആവശ്യമായ സിദ്ധാന്തങ്ങൾ രൂപീകരിക്കാൻ ഉള്ള ഒരു പരിശ്രമം നമ്മുടെ ഗവേഷണ മേഖലയിൽ ഉണ്ടാവുക എന്ന് വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ഈ ഫാഷന്റെ പിന്നാലെ പോവുക, തൽക്കാല വിഷയങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരു രീതി. ഇപ്പൊ നിന്ന വിജയന്റെ നോവലുകളെ കുറിച്ച് ഒരു ഗവേഷണം നടത്താൻ പോവുക എന്ന് പറഞ്ഞാൽ ആ വിഷയം ഗവേഷണത്തിന് പാകതയിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ പാകതയിൽ എത്താത്ത ഗവേഷണ വിഷയങ്ങൾ എടുക്കുക, അതിന്റെ പിന്നാലെ സഞ്ചരിക്കുക, കാലം കഴിയുമ്പോൾ അത് ചവിറ്റുകെട്ടയിലേക്ക് മാറിപ്പോവുക. ആ ഒരു അവസ്ഥ മലയാള ഗവേഷണത്തിലുണ്ട്. അത് ബാബുരാജ മാഷ് പറഞ്ഞതിനോട് ചേർത്ത് വെച്ച് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. തുടർന്നും നല്ല ചോദ്യങ്ങൾ ചോദിക്കുക. എല്ലാവർക്കും അതുകൊണ്ട് ഗുണമുണ്ടാവട്ടെ. വേറെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? പക്ഷേ അല്ലേ? പിന്നെ എനിക്കൊരു സന്തോഷം ഉണ്ടെന്ന് വെച്ചാൽ ഞാനിവിടെ ഗുണമായി സന്തോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ കാരണം ഇപ്പൊ തൽക്കാലം അറിയാവുന്ന ഒരേ ഒരാൾ AM മാഷാണ്. കാരണം മറ്റൊന്നുമല്ല, മാഷിനോട് പിന്നെ ഈ സംസാരത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഞാനൊരു 15-20 മിനിറ്റ് സംസാരിക്കാൻ പോരെ എന്നോട് ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞത് മതി മാഷെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമുക്കറിയാം ഇപ്പൊ ഈ സെഷൻ ഏതാണ്ട് 2 മണിക്കൂർ പിന്നിട്ടു. അത് വെറുതെ 2 മണിക്കൂർ പിന്നിട്ടതല്ല, ഈ പ്രഭാഷണം മാഷിന്റെ AM മാഷിന്റെ സംസാരം പോലെ തന്നെ പ്രഭാഷണവും വളരെ എന്താ പറയാ ആരെയും മുഷിപ്പിക്കാത്ത ഈ സംസാരം വളരെ ഈ ആശയ വ്യക്തത കൊണ്ടും ആശയ ഗാംഭീര്യം കൊണ്ടും അന്തസ്സുള്ള ഒരു പ്രഭാഷണമായിരുന്നു. അപ്പൊ അത്തരത്തില് ഈ സെഷനിൽ ഇതപര്യന്തം ഇരുന്ന മുഴുവൻ പേർക്കും അത് ഗുണപ്പെട്ടിട്ടേ ഉള്ളൂ. ശ്രീശൈലൻ മാഷ് നേരത്തെ പറഞ്ഞതുപോലെ ഈ പിന്നെ ഇത് എല്ലാവരും ചോദിക്കേണ്ടിയിരുന്ന കുറെ ചോദ്യങ്ങൾ പലരും ചോദിച്ചു എന്നുള്ളതാണ്. എനിക്കുണ്ടായ ഒരു ഇൻസൈറ്റ് എന്താന്ന് വെച്ചാൽ, ഈ വിദ്യാധിരാജൻ എന്ന് പറയുന്ന PhDക്ക് മുമ്പുള്ള ഒരു PhDയെ കുറിച്ചുള്ള ഒരു അന്വേഷണം എന്ന് വെച്ചാൽ ആ ഒരു ടൈറ്റില്, അതുപോലെ പിന്നെ ഉണ്ണികൃഷ്ണൻ മാഷ് പറഞ്ഞ പോലെ എന്തുകൊണ്ട് ചട്ടമ്പിസ്വാമി അല്ലാതാവുന്നില്ല ആദ്യത്തെ ഗവേഷകൻ എന്നുള്ളൊരു കേൾവിയിൽ നിസ്സാരമെന്ന് തോന്നുമെങ്കിലും അതിഗഹനവും ഗംഭീരവുമായ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് മുന്നിൽ പിന്നെ എന്താണ് തൊഴിലുകളോട് നിൽക്കാന്നല്ലാതെ തൽക്കാലം മറ്റ് നിർവാഹങ്ങളൊന്നുമില്ല. അപ്പൊ അത്തരത്തില് ഈ ഒരു സെഷൻ കൊണ്ട് ഇത്തരം ചില ഇൻസൈറ്റുകളാണ് എനിക്ക് പുതുതായിട്ടുണ്ടായത്. തീർച്ചയായിട്ടും ഗവേഷകരായിട്ട് ഇവിടെ വന്നവർക്ക് ഈ സെഷൻ കേട്ടുകൊണ്ടിരുന്നവർക്ക് തീർച്ചയായിട്ടും ഗവേഷണത്തിന്റെ ഒരു നാൾവഴികളെ കുറിച്ചും ഗവേഷണത്തിന്റെ മലയാളത്തിന്റെ ഓരോ പടികളും ചവിട്ടി കയറിയ ഒരു അനുഭവം ഉണ്ടായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വാസ്തവത്തിൽ ഈ പിന്നെ ശ്രീശൈലൻ മാഷ് നേരത്തെ പറഞ്ഞതുപോലെ ഇനിയും ചോദ്യങ്ങൾ ഉണ്ടാകാം. ഞാൻ ഇടയ്ക്ക് തടസ്സപ്പെടുത്തുന്നത് കരുതരുത്. തീർച്ചയായിട്ടും മാഷെ ഇനി നമ്മള് ആവശ്യപ്പെടും. നമ്മൾ മാത്രമല്ല, ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ആവശ്യപ്പെടും. തീർച്ചയായിട്ടും ആ സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ മാഷ് നമുക്ക് തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് കരുതുന്നു. ശരി,
ശരി ശരി. നമ്മുടെ നന്ദി പറയുന്നുണ്ടാവും അല്ലേ അശോക് മാഷെ? ഉണ്ട്. നമ്മുടെ പിന്നെ മഞ്ജുഷ മനോജ് എന്ന വിദ്യാർത്ഥിയാണ് നന്ദി പറയുന്നത്. പക്ഷെ നന്ദി പറയുന്നതിന് മുമ്പ് തന്നെ ഞാന് സാഹിത്യദിന സ്കൂളിന് വേണ്ടി ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഹേമകൃഷ്ണ മാഷ് പിന്നെ സംസാരിക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിച്ചതാണ് ഈ സംസാരം 20 മിനിറ്റ് കൊണ്ടൊന്നും തീരത്തില്ല മാഷെ എപ്പോഴും ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം മാഷ അതിന്റെ സ്പിരിറ്റിലേക്ക് കയറിയതും ഞാന് ഈ നമ്മളിപ്പം ഓൺലൈനാകുമ്പോഴത്തുള്ള സൗകര്യം കേട്ടോണ്ടിരുന്നത് മതിയല്ലോ, നമ്മുടെ മുഖം കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് എവിടെയും എഴുന്നേറ്റ് പോകാൻ പോലും പറ്റാത്ത വിധത്തിലും കുടുക്കി കളഞ്ഞു എന്നുള്ളതാണ് ഈ സംസാരത്തിന്റെ ഒരു പ്രത്യേകത. എനിക്ക് ഉറപ്പുണ്ട് ഈ കേട്ടോണ്ടിരുന്ന ആർക്കും സ്ഥലം വിട്ടിട്ട് കേൾവിയുടെ ഒരു പരിധി വിട്ടത് മാത്രമല്ല, എഴുന്നേൽക്കാൻ പറ്റാത്ത വിധത്തിൽ കുടുങ്ങി പോയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഉണ്ണികൃഷ്ണന്റെ ഏറെ സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ സെമിനാറിന്റെ കോർഡിനേറ്റർ എന്ന നിലയിലും പിന്നെ മാഷ് നേരത്തെ സൂചിപ്പിച്ച 200 പേരിൽ ഒരാൾ എന്ന നിലയിലും ചക്രസ്വാമി പഠനങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള 500 പേരിൽ ഒരാൾ എന്ന നിലയിലും അതുപോലെ ശ്രീശൈല മാഷ് എഡിറ്റ് ചെയ്ത പുസ്തകത്തിലെ ഒരാളെന്ന നിലയിലും ഒക്കെയുള്ള സന്തോഷവും അഭിമാനവും കൃതജ്ഞതയും ഒക്കെ രേഖപ്പെടുത്താൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. സാഹിത്യദിന സ്കൂളിന് വേണ്ടിയും ഈ സെമിനാറിന്റെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സവിശേഷമായ സെഷനുകൾ ഒന്നായിട്ട് മാറിയതിന് ഈ പിന്നെ ഓൺലൈനിൽ പോലും സത്യത്തിൽ ഓൺലൈൻ സെഷൻ തെളിയിക്കപ്പെട്ട ഒരു സെഷൻ കൂടിയാണ്. അത്രയ്ക്ക് വിപുലവും വ്യക്തവും സൂക്ഷ്മവുമായ നിരീക്ഷണങ്ങൾ കൊണ്ടും അടയാളപ്പെടുത്തലുകൾ കൊണ്ടും പ്രതികരണങ്ങൾ കൊണ്ടും സമ്പന്നമായ ഒരു സെഷന് വളരെ ഹൃദയപൂർവ്വം നന്ദി പിന്നെ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ശ്രീശൈല ഉണ്ണികൃഷ്ണൻ മാഷോട് നന്ദി പറയുന്നില്ല, സ്നേഹം മാത്രം. ആ സ്നേഹം അവിടെ കിടക്കട്ടെ. നന്ദി കാണപ്പെടുത്തിരിക്കുക പരസ്പരം പകരം വീട്ടാണെന്ന് പറയുന്നു. നിറഞ്ഞ സ്നേഹം രണ്ടുപേരുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളെ വന്ന് കണ്ട് ഇതിന്റെ ഭാഗമായിട്ടുള്ള നന്ദി പറഞ്ഞു തീർക്കുന്നില്ല. അതവിടെ പോസ്റ്റായിട്ട് കിടക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി നന്ദി പറയുന്നു. ഔപചാരികമായി നന്ദി പറയാൻ വേണ്ടി മഞ്ജുഷ മനോജിനെ ക്ഷണിക്കുന്നു. മാഷെ വൈകിട്ടത്തെ പരിപാടിയെ കുറിച്ച് മാഷ് ഒന്ന് ക്ലിയർ ആയിട്ട് നന്ദി പറയുമ്പോഴേ എല്ലാവർക്കും ശരി തീർച്ചയായിട്ടും. ഹലോ, കേൾക്കാമോ? തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല സാഹിത്യരചന സ്കൂളിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഗവേഷക സംഗമം വൈജ്ഞാനികോത്സവം ത്രിദിന ദേശീയ സെമിനാറിന്റെ 3-ാം ദിവസം ഓൺലൈൻ സെഷന്റെ 1-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഈ സെഷനിൽ മോഡറേറ്റർ സ്ഥാനം വഹിച്ച കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജ് മലയാള വിഭാഗം വകുപ്പ് അധ്യക്ഷൻ ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ മാഷിന് നന്ദി അറിയിക്കുന്നു. മലയാള ഗവേഷണത്തിന്റെ നാൾവഴികൾ എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിച്ച കേരള സർവകലാശാല പൗരസ്ത്യ ഭാഷാ വിഭാഗം ഡീനും ഗോവ സർവകലാശാല അക്കാദമിക് കൗൺസിൽ അംഗവുമായ ഡോക്ടർ AM ഉണ്ണികൃഷ്ണൻ മാഷിനും നന്ദി അറിയിക്കുന്നു. സെഷന് സ്വാഗതം അറിയിച്ച സാഹിത്യരചനാ സ്കൂൾ ഗവേഷക മെൽവിയ ആൻ ബിജുവിനും നന്ദി അറിയിക്കുന്നു. സാഹിത്യരചനാ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ K ബാബുരാജ മാഷോടും സ്കൂളിലെ മറ്റ് അധ്യാപകരോടും കേരളത്തിനകത്തും പുറത്തു നിന്നും ഈ മീറ്റിംഗിന് പങ്കെടുക്കുന്ന അധ്യാപക ഗവേഷക വിദ്യാർത്ഥി സുഹൃത്തുക്കളോടും ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വളരെ സന്തോഷം എല്ലാവരെയും കാണാൻ പറ്റിയത്. അപ്പൊ നമസ്കാരം. വൈകിട്ടത്തെ പരിപാടി 4 മണിക്കാണ് മാഷെ, 4 മണിക്ക്. ഞാൻ ഇതേ ലിങ്ക് തന്നെയാണ്. ശരി മാഷ്. നമസ്കാരം. നമ്മുടെ അടുത്ത സെഷൻ തുടരുകയാണ് കേട്ടോ. നിർബന്ധാവതരണ തുടരുകയാണ്. ശരി.